അപ്പൊ ജുമഅക്ക് വരാതെ വീട്ടിലിരിക്കുന്ന പുരുഷന്മാർ അവരെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിക്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വീടാ. അത്ര ഗൗരവമുള്ള അമലാണ് ജുമഅ. എന്ന് മാത്രമല്ല, മൻ തറക്കൽ ജുമഅത മിൻ ഗൈരി ദറൂറത്തിൻ, അനിവാര്യ കാരണമില്ലാതെ വല്ലവനും ജുമഅ ഒഴിവാക്കിയാൽ കുതിബ മുനാഫിഖൻ ഫീ കിതാബിൻ ലാ യുംഹാ വലാ യുബദ്ദൽ. ഒരു ജുമഅ നഷ്ടപ്പെടുത്തി വീണ്ടും ജുമഅ നഷ്ടപ്പെടുത്തി വീണ്ടും ജുമഅ നഷ്ടപ്പെടുത്തിയാൽ, അങ്ങനെ 3 പ്രാവശ്യം എന്നും ഒരു റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ജുമഅ നഷ്ടപ്പെടുത്തിയാൽ അവനെ മുനാഫിഖീങ്ങളെ ലിസ്റ്റിൽ റിക്കാർഡാക്കപ്പെട്ടു പോയി. അപ്പൊ ഈമാനുള്ളൊരു മുഅ്മിനിന് ജുമഅക്ക് പങ്കെടുക്കാതെ നിർവാഹമില്ല, ജുമഅ സഹീഹായി കിട്ടാതെ നിർവാഹമില്ല. ജുമഅ നഷ്ടപ്പെട്ടാൽ മുനാഫിഖിന്റെ ലിസ്റ്റിൽ പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് ജുമുഅ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ സൂറത്തുൽ ജുമുഅ, വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് ജുമുഅയെ സംബന്ധിച്ച് പറയുന്ന ഒരു സൂറത്ത് തന്നെ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ജുമുഅ തമാശയല്ല, ജുമുഅ നമുക്ക് കളിക്കാനുള്ള കളിയല്ല. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. നിങ്ങളെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയിലേക്ക് വിളിക്കപ്പെട്ടാൽ, നിങ്ങളെ വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് അടക്കത്തോടെ ഒതുക്കത്തോടെ പോകണേ. അപ്പൊ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പോകണം. എന്താണ് ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശം? പണ്ഡിതന്മാർ ആയത്തും ഹദീസും വിവരിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ അല്ലാഹു ദിക്റുല്ലാഹി എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അതാ പറയുന്ന വെള്ളിയാഴ്ച ദിവസമായാൽ രാവിലെ തന്നെ മലക്കുകൾ വന്ന് അതാ പള്ളിയുടെ ഗേറ്റിങ്കൽ വന്ന് ഏടുകളുമായി റിക്കാർഡുകളുമായി ഇരിക്കും. വരുന്നവരുടെ പേരുകൾ മലക്കുകൾ എഴുതിയെടുക്കും. അങ്ങനെ എഴുതിയെടുക്കുന്ന മലക്കുകൾ വഖഫത്തിൽ മലായികത്തു അലാ ബാബിൽ മസ്ജിദി, പള്ളിയുടെ ഗേറ്റിങ്കൽ വന്നിട്ടിരുന്ന് വരുന്നവരെ പേരെഴുതിയെടുക്കും. ആദ്യം വരുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. ആദ്യത്തെ സമയത്ത് വരുന്നവർ കൊട്ടകത്തേർത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. പിന്നെ വരുന്നവർക്ക് പശുവിനേർത്ത് കൊടുത്ത പ്രതിഫലമാണ്. പിന്നെ വരുന്നവർ കാട്ടത്ത് കൊടുത്ത പ്രതിഫലമാണ്. പിന്നെ വരുന്നവർക്ക് കോഴിയറുത്ത് കൊടുത്ത പ്രതിഫലമാണ്. അവസാനം വരുന്നവർക്ക് മുട്ട കൊടുത്ത പ്രതിഫലമാണ്. ഫൈദാ ഖറജൽ ഇമാമു, അങ്ങനെ ഇമാം മിമ്പറിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ, ഇമാം മിമ്പറിലേക്ക് വരുന്നത് വരെയാണ് ഈ പറഞ്ഞ ചാൻസുകൾ. ഫൈദാ ഖറജൽ ഇമാമു, ഇമാം മിമ്പറിലേക്ക് പുറപ്പെട്ടാൽ തവൗ സുഹഫഹും, മലക്കുകൾ അവരുടെ റിക്കാർഡുകൾ ചുരുട്ടി. വയസ്തമിഊന ദിക്റ, മലക്കുകൾ അദ്ദിക്ർ, ആ മലക്കുകൾ ആ ദിക്ർ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അപ്പൊ മലക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ദിക്ർ ഏതാ? ഇമാമി മിമ്പറിലേക്ക് പുറപ്പെട്ടതിന് ശേഷം നടക്കുന്ന ദിക്ർ. ബുഖാരിയിലെ ഹദീസിലുള്ളത് ദിക്ർ എന്നാണ് ഖുതുബയെ കുറിച്ച്, ഖുർആനിലുമുള്ളത് ദിക്ർ എന്നാണ് ഖുതുബയെ കുറിച്ച്. അതുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിന്റെ 4-ാം വാള്യം 513-ാം പേജിൽ രേഖപ്പെടുത്തി, വദ്ദിക്റുല്ലദീ യുഫ്അലു ബഅദൻ നിദാഇ ഹുവൽ ഖുതുബത്തു. അതേ പരിശുദ്ധ ഖുർആനും ഹദീസും ബാങ്കിന് ശേഷം നടക്കുന്ന ദിക്ർ എന്ന് പഠിപ്പിക്കപ്പെട്ടത് ഹുവൽ ഖുതുബത്തു, അത് ഖുതുബയാണ് കേട്ടോ. അപ്പൊ ഖുതുബ എന്നതിനെ കുറിച്ച് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്, ഇമാമിങ്ങൾ വിവരിക്കുന്നു, അതൊരു പ്രധാനപ്പെട്ട ദിക്റാണ്. ആ മഹത്തായ ദിക്ർ, ഖുതുബ എന്ന് പറയുന്ന ദിക്ർ, ആ ദിക്റിലേക്ക് നിങ്ങൾ അടക്കത്തോടെ ഒതുക്കത്തോടെ പോകണമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒരൊറ്റ പുരുഷനും അതിൽ നിന്ന് മാറി നിൽക്കാൻ നിവൃത്തിയില്ല. യാത്രക്കാരന് നിർബന്ധമില്ല, സ്ത്രീകൾക്ക് നിർബന്ധമില്ല, അടിമക്ക് നിർബന്ധമില്ല, രോഗം കൊണ്ടോ മറ്റോ പള്ളിയിലേക്ക് പോകാൻ സാധിക്കാത്തവന് നിർബന്ധമില്ല. അതാ കഴിവുള്ള എല്ലാ പുരുഷന്മാരും പള്ളിയിൽ ജുമഅക്ക് വന്നേ പറ്റൂ. അത് ഖുർആനും ഹദീസും വ്യക്തമായി പഠിപ്പിക്കുന്നു.
അത് കൈയൊഴിക്കുന്നവൻ മുനാഫിഖീങ്ങളെ ലിസ്റ്റിലേക്ക് പോകുന്നു. ഇനി സഹോദരന്മാരെ, ആ ജുമാ നമുക്ക് നഷ്ടപ്പെടാൻ പാടുണ്ടോ? ഒരിക്കലും തന്നെ ജുമാ നഷ്ടപ്പെട്ടുകൂടാ. പടച്ചവന്റെ മുമ്പിലെത്തുമ്പോ ജുമാ നഷ്ടപ്പെടുത്തിയവൻ അതാ പടച്ചവന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മാത്രമല്ല, അവൻ മുനാഫിഖീങ്ങളെ കൂട്ടത്തിലല്ലേ എണ്ണപ്പെടുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിവാദങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിവെക്കുക. എന്നിട്ട് നമ്മളൊരു നിഷ്പക്ഷമായ രൂപത്തിൽ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കുക. ചേന്നമംഗല്ലൂരിൽ ഇപ്പോൾ ഒരൈക്യ ജുമാ ഇവിടെ ഉണ്ടോ? ഇല്ല. നാളെ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ഇവിടെ ഐക്യ ജുമാ തുടങ്ങാൻ പോവാൻ. എന്താണ് ഈ ഐക്യ ജുമാ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഐക്യ ജുമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഞാൻ ഓരോന്നോരോന്നായി പറയാം. ഒന്ന്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഐക്യത്തോടെ ഒരുമിച്ച് കൂടുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് കഅബ ശരീഫ്, മസ്ജിദുൽ ഹറാം. എല്ലാ ഭാഷക്കാരും എല്ലാ ദേശക്കാരും ഒരുപോലെ ഒരേ വേഷത്തിൽ വന്നൊരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണത്. ആ കഅബ ശരീഫിനടുക്കൽ ജുമാ നടക്കുന്നു. ഇതുപോലെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അവരുടെ നേതാവിന്റെ സമീപത്ത്, അതേ മാബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മുഅ്മിനീങ്ങളുടെയും മുത്തഖീകളുടെയും മഖ്ബറകൾ, ഖബറുകൾ സ്വർഗത്തോട്ടമാണെന്നൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഏത് മഹാന്മാരെ ഖബറും സ്വർഗത്തോട്ടമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറോ, അവിടുത്തെ ഖബർ മാത്രമല്ല, ഖബറിന്റെ സമീപത്തുള്ള സ്ഥലവും സ്വർഗത്തോട്ടമാണ്. അതാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊണ്ടുവന്നു. ബാബു ഫദ്ലി മാ ബൈനൽ ഖബ്രി വൽ മിൻബരി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം. മഖ്ബറയുടെ സമീപത്തുള്ള സ്ഥലം സുബ്ഹാനല്ലാഹ് ജാറത്തിന്റെ സമീപത്തിൽ ലഅനത്തിറങ്ങുമെന്നാണ് മുജാഹിദും ജമാഅത്തും പറയുന്നതെങ്കിൽ ഇമാം ബുഖാരി അധ്യായം കൊടുക്കുന്നു. ബാബു ഫദ്ലി മാ ബൈനൽ ഖബ്രി വൽ മിൻബരി, ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. ഈ ഖബർ കൊണ്ട് എന്താ ഉദ്ദേശം? അതിന്റെ ചുവടെ കൊടുക്കുന്ന ഹദീസിൽ കാണാം, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നബി തങ്ങൾ താമസിക്കുന്ന വീടാണ് അവിടുത്തെ ഖബർ. ആ വീട്ടിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം സ്വർഗത്തോട്ടങ്ങളിൽ നിന്നൊരു തോട്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ആ സ്വർഗത്തോട്ടത്തിലേക്ക് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങൾ വരുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഈ രണ്ട് പള്ളി ഏറ്റവും ബഹുമാനമുള്ള പള്ളി. ആ പള്ളിയിൽ നടക്കുന്നത് പോലൊരു ജുമായിൽ പങ്കെടുക്കാൻ ചേന്നമംഗലൂരിലും പരിസരങ്ങളിലുമുള്ള മുസ്ലിമീങ്ങൾക്ക് ആഗ്രഹമില്ലേ? മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന മുസ്ലിമിന്, മദീനത്തെ നേതാവിനെ അംഗീകരിക്കുന്ന മുസ്ലിമിന് ആ ഒരു ജുമാ പോലൊരു ജുമാ ഈ ചേന്നമംഗലൂരിലും വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുമോ? എന്നാൽ അവിടെയുള്ളത് പോലൊരു ജുമാ ചേന്നമംഗലൂരിൽ ഇല്ല. ഈ ചേന്നമംഗലൂർ ഈ സ്ഥലത്ത് അങ്ങനെ ഒരു ജുമാ ഇതുവരെ ഇല്ല. കുറ്റ്യാടിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതില്ലാതെയാക്കിയതാണ്. പിന്നീട് കുറെ കാലം ഇല്ലായിരുന്നു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നമ്മളതാ അവിടെ വീണ്ടും അതാ പിന്നെയും ഐക്യത്തിന്റെ ജുമാ ആരംഭിച്ചു. ഇതുപോലെ ഞാൻ ഈ പ്രദേശത്തുകാരോടും പറയട്ടെ, നിങ്ങൾ ചിന്തിക്കൂ, മക്കയിലെ ജുമാ എങ്ങനെയാണ്? മക്കയിലെ ജുമാക്ക് 2 ബാങ്കുണ്ട്, മദീനത്തെ ജുമാക്ക് 2 ബാങ്കുണ്ട്. അങ്ങനെയാണ് മക്കയിലെയും മദീനയിലെയും ജുമാ. ഇനി ഞാൻ പറയട്ടെ, സൗദി അറേബ്യ മുഴുവനും 2 ബാങ്കുണ്ട്, ഖത്തറിൽ 2 ബാങ്കുണ്ട്, അതേ UAE-യിലുണ്ട്, ബഹ്റൈനിലുണ്ട്, അതേ ഒമാനിലുണ്ട്, ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്. ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ, എവിടെയെല്ലാം മുസ്ലിമീങ്ങളെ ജുമയുണ്ടോ, അവിടെയെല്ലാം ജുമക്ക് ബാങ്ക് 2 ഉണ്ട്. എവിടെ മുസ്ലിമീങ്ങൾ ജുമ നടത്തുന്നുണ്ടോ അവിടെയെല്ലാം ജുമക്ക് ബാങ്ക് 2 ഉണ്ട്. എന്നാ മുസ്ലിമീങ്ങളെ, ചേന്നമംഗലൂരിലെ ബാങ്ക് ജുമക്ക് 2 ബാങ്കില്ല. അതുപോലെ പുളിക്കലിലും ഇല്ലായിരുന്നു, അതേ എടവണ്ണയിലില്ലായിരുന്നു, കുറ്റ്യാടിയിലില്ലായിരുന്നു. അൽഹംദുലില്ലാഹ്
മഹാന്മാരായ പണ്ഡിതന്മാരെ നേതൃത്വത്തിൽ അതില്ലാതെയാക്കിയ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഐക്യത്തിലേക്ക്. മുസ്ലിമീങ്ങളെ ഐക്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇവിടെ നാളെ നടക്കുന്ന ജുമുഅ അപ്പുറത്തെവിടെയെങ്കിലും നടക്കുന്ന പരിപാടി പോലെയല്ല. അവിടെ നടക്കുന്നത് മക്കയിലുള്ള ജുമുഅ പോലെയല്ല. അവരും നെഞ്ഞിരിക്കുന്നത് മക്കയിലേക്കാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ അവരുടെ പള്ളിയുടെ ഖിബല പരിശോധിച്ചിട്ടില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, അവിടെ ഒരിക്കലും മക്കയിലുള്ളതുപോലെ ഒരു ബാങ്ക് വിളിക്കുന്നില്ല, 2 ബാങ്ക് ജുമുഅക്ക് വിളിക്കുന്നില്ല. മദീനയിലുള്ളതുപോലെ 2 ബാങ്ക് വിളിക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങളിൽ മുസ്ലിമീങ്ങൾ കൊടുക്കുന്ന ബാങ്കില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ജുമുഅ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കിയത്? സഹീഹുൽ ബുഖാരി നിങ്ങളൊന്ന് മറിക്കൂ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥമല്ലേ ബുഖാരി? ഓ മുസ്ലിമീങ്ങളെ, നാദാപുരത്ത് ഷാർജയിൽ നിന്നൊരു മൗലവി വന്ന് പാട്ട് പാടാറുണ്ട്. ആ മൗലവി വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? സഹീഹുൽ ബുഖാരിയിലുള്ളതൊക്കെ ഞങ്ങൾ സ്വീകരിക്കൂല, സഹീഹുൽ ബുഖാരിയിൽ കുറെ തള്ളേണ്ടതുണ്ട് എന്ന് സക്കരിയ സലായി പറഞ്ഞത് ശരിയാണ്. പക്ഷേ ബുഖാരിയിലെ ഹദീസൊക്കെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതും കളവാണ് കേട്ടോ. ബുഖാരിയിലെ 916 നമ്പർ ഹദീസാണ്. മഹാനായ സായിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടിയ സഹാബിയാണ്. ആ സായിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മകളെ കല്യാണം കഴിച്ച ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരുവരായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് 2 ബാങ്ക് നടപ്പാക്കിയ വിഷയം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫസബത്തൽ അംറു അലാ ദാലിക. അങ്ങനെ ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇത് പറയുന്നത് പേരോടല്ല, കാന്തപുരം ഉസ്താദല്ല, കന്യത്ത് ഉസ്താദല്ല, ഇക ഉസ്താദല്ല. ഇത് പറയുന്നത് സഹാബിയായ സായിബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ സിറാജിലല്ല, റിസാലയിലല്ല, സുന്നി വോയിസിലല്ല, സഹീഹുൽ ബുഖാരിയുടെ 916 നമ്പർ ഹദീസ്. ഫസബത്തൽ അംറു അലാ ദാലിക. അത് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ ഉമ്മിലും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, അങ്ങനെ എല്ലാ ഇമാമിങ്ങളും ഉദ്ധരിക്കുന്നു, ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഒരു സഹാബിക്കും തർക്കമില്ല. ഇന്ന് വരെ മക്കയിലും മദീനയിലും ജുമുഅ നടത്തിയ ഒരു പണ്ഡിതനും തർക്കമില്ല. പക്ഷേ ചേന്നമംഗല്ലൂരിലുള്ള മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ തർക്കം ഇവിടെയുള്ള ചില കക്ഷികൾ എടുത്തിട്ടതാണ്. ജുമുഅക്ക് 2 ബാങ്ക് പാടില്ല. അങ്ങനെ ഇവിടെ ഒറ്റ ബാങ്ക് കൊടുത്തുകൊണ്ടൊരു ജുമുഅ മക്കയിലെ ജുമുഅയല്ല, മദീനയിലെ ജുമുഅയല്ല. അതുകൊണ്ട് വിളിക്കട്ടെ മുസ്ലിമീങ്ങളെ, മക്കയെയും മദീനയെയും കേന്ദ്രങ്ങളായി അംഗീകരിച്ച മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഐക്യ ജുമുഅയിലേക്ക് വരൂ. ലോകം മുഴുക്കെയുള്ള മുസ്ലിമീങ്ങൾ നടത്തുന്നത് പോലെയുള്ള 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമുഅ നാളെ ഉച്ചയ്ക്ക് ഇവിടെ നടക്കുന്നു. നിങ്ങൾ വരൂ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? മക്കയിലും മദീനയിലും ജുമുഅക്ക് 2 ബാങ്കുണ്ട് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ബുഖാരിയിൽ ഞാൻ പറഞ്ഞ ഹദീസ് ഇല്ല എന്ന് വല്ലവർക്കും അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കൂ. ഞാൻ ജീവനോടെ തന്നെ ഇല്ലേ? അല്ല അല്ല, ഒരിക്കലുമല്ല. ലോകമൊട്ടാകെ നടക്കുന്ന ജുമുഅക്കെതിരെ ഒരു ഭിന്നിപ്പിന്റെ ജുമുഅ എന്ന പേരിൽ ഒരു പരിപാടി വെള്ളിയാഴ്ച പള്ളിയിൽ നടപ്പാക്കിയവർ ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചവർ തന്നെ, സംശയമില്ല. ഒന്ന്, അപ്പൊ ചിലർക്കൊരു സംശയം, അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ ബാങ്കേ പറ്റുള്ളൂ മുസ്ലിയാരെ, ഞങ്ങളെ മതം അങ്ങനെയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ ജുമുഅ പറ്റുമോ? ഓ, നിങ്ങൾക്കും പറ്റും. നിങ്ങൾ ഒരു ബാങ്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി. നമ്മളെ ജുമുഅ എല്ലാവർക്കും ഉള്ള ജുമുഅയാണ്. വെറും സുന്നികൾക്ക് മാത്രം ഇവിടെ ഒരു ജുമുഅ തുടങ്ങുന്നില്ല. ഇവിടെ തുടങ്ങുന്ന ജുമുഅ സുന്നികൾക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും മുജാഹിദീങ്ങൾക്കും എല്ലാവർക്കും പറ്റുന്ന ജുമുഅയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഐക്യ ജുമുഅ എന്ന് പേര് കൊടുത്ത്. അപ്പുറത്തെ ജുമുഅ അങ്ങനല്ലേ, നമുക്ക് പറ്റൂലല്ലോ. കാരണം മക്കത്തും മദീനത്തുള്ള പോലത്തെ ജുമുഅ അല്ലല്ലോ അപ്പുറത്തുള്ളത്. മക്കയിലും മദീനൊന്നും ഇല്ലാത്തൊരു ജുമുഅയല്ലേ. അങ്ങനെ നമ്മൾ ജുമുഅയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നിങ്ങൾ വിളിച്ചോളൂ, നോടൂ, ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാര് നാളെ വന്നുകൊള്ളട്ടെ, നമ്മൾ ആരും കയറണ്ടാന്ന് അറിയില്ല, എല്ലാവരും കയറ്റും. അവർക്കും പറ്റും. പക്ഷെ അവർക്ക് 2 ബാങ്ക്, മക്കയിലും മദീനയിലുമുള്ള 2 ബാങ്ക് അവർക്ക് പറ്റൂല. അതുപോലെ തന്നെ ലോകൊട്ടാകുള്ള ബാങ്ക് അവർക്ക് പറ്റില്ല. അതിനൊരു കാര്യം ചെയ്താൽ മതി, ഒരു ബാങ്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി, നമ്മൾ അത് കേൾക്കേണ്ടി വരില്ല. പക്ഷെ അങ്ങനെ അവർക്കും പറ്റും നമ്മളെ ജുമുഅ തന്നെ. ഇനി ഞാൻ പറയട്ടെ, ഞങ്ങളെ ജുമുഅ ഐക്യത്തിന്റെ ജുമുഅയാണ്.
ഇനി അതാ ജുമാ നിസ്കരിക്കാൻ വേണ്ടി ഇമാം മിമ്പറിലേക്ക് കയറിയാൽ ഇമാം ഖുതുബ ഓതുന്നു. ആ ഖുതുബ ഏത് ഖുതുബയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറുദുക്കാരനും പറ്റും, ചൈനക്കാരനും പറ്റും, തമിഴനും പറ്റും, മലയാളിക്കും പറ്റും, കന്നഡക്കാരനും പറ്റും, ഇംഗ്ലീഷുകാരനും പറ്റും. എല്ലാവർക്കും ഒരൊറ്റ ജുമാ, ഭാഷാ വ്യത്യാസമില്ല. മുസ്ലിം ജുമയാണ്, ഇംഗ്ലീഷ് ജുമയല്ല, തമിഴൻ ജുമയല്ല, മറാഠി ജുമയല്ല, ഇസ്ലാമിന്റെ ജുമയാണ്. ഇസ്ലാമിന്റെ ജുമാ. ലോകത്ത് ആയിരക്കണക്കിന് ഭാഷ സംസാരിക്കുന്ന മുസ്ലിമീങ്ങൾ അവര് മക്കയിൽ ഹജ്ജിന് പോകുന്നു. ചേന്നമംഗലൂരിലെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കളും അതേ പുളിക്കലുള്ള മുജാഹിദിന്റെ നേതാക്കളും എല്ലാരും ഹജ്ജിന് പോകുന്നു. അവരവിടെ ജുമയിൽ പങ്കെടുക്കുന്നു. ആ ജുമ തിരിച്ചു വന്നവരാരും ഖളാ വീട്ടാറില്ല. കാരണം എന്താണ്? അറബിയിലുള്ള ഖുതുബ. അതുകൊണ്ട് ജുമയ്ക്ക് കുഴപ്പമില്ലെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അതിലാർക്കും സംശയമില്ല. മുജാഹിദിനും അറിയാം അറബിയിലുള്ള ഖുതുബക്ക് കുഴപ്പമില്ല, ജമാഅത്തുകാർക്കും അറിയാം അറബിയിലുള്ള ഖുതുബക്ക് ജുമക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഏതെങ്കിലും മൗലവിമാര് ഹജ്ജും കഴിഞ്ഞ് വന്നിട്ട് ജുമ ഖളാ വിട്ടെന്ന് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. കാരണം അറബിയിലുള്ള ഖുതുബയും ജുമയുമാണ് മക്കയിലുള്ളത്, മദീനയിലുള്ളത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന മുസ്ലിമീങ്ങൾക്ക് ഒരേ ഭാഷയിലുള്ള ബാങ്കാണ്, ഒരേ ഭാഷയിലെ നിസ്കാരമാണ്, ഒരേ ഭാഷയിലെ ഖുതുബയാണ്. അത് തന്നെയാണ് ലോകമെമ്പാടും നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇവിടെ അറബിയിൽ മാത്രമുള്ള ഖുതുബ ഏത് ഭാഷക്കാരനും വരാം. ചിലരെന്ത് ചെയ്തു? ചിലർ അള്ളാന്റെ ദീന് സ്വന്തം തല കൊണ്ടുണ്ടാക്കി. അങ്ങനെ അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു സദസ്യരുടെ ഭാഷയിൽ ഖുതുബ ഓതണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മക്കയിലെ ഇമാമ് സദസ്യയുടെ ഭാഷയിൽ ഖുതുബ തുടങ്ങി എത്ര കൊല്ലം കഴിയും ഖുതുബ തീരാൻ? കാരണം ജുമയ്ക്ക് വന്ന ഏതെങ്കിലും ഭാഷക്കാരാ എത്ര ഭാഷയിലാ ഓതേണ്ടത്? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇസ്ലാമിലൊരു നിയമമില്ല സദസ്യരുടെ ഭാഷയിൽ ഖുതുബ ഓതണമെന്ന്. മറിച്ച് നബി സല്ലല്ലാഹു നിങ്ങൾ എങ്ങനെയാണോ ഖുതുബ ഓതി അങ്ങനെ ഓതണമെന്നാ. അങ്ങനെ സദസ്യരുടെ ഭാഷയിൽ. അതങ്ങനെയല്ല മുസ്ലിയാരെ, സദസ്യരിലുള്ള ഭൂരിപക്ഷത്തിന്റെ ഭാഷ നോക്കിയിട്ട് ഖുതുബ ഓതും. അപ്പം ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കുന്ന ഒരു ഇലക്ഷൻ പരിപാടിയാണോ ഈ ഖുതുബ? ജുമാ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തെ പരിഗണിക്കുന്ന ഒരു കർമ്മമാണോ ഇസ്ലാമിന്റെ ജുമാ? ഒന്ന്. രണ്ടാമതായി ചോദിക്കുന്നു, ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇടക്ക് മാറിയാലോ? ഒരു സ്ഥലത്ത് ഇമാം മിമ്പറിൽ കയറി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ 2 ബസ്സിൽ ആൾക്കാർ വന്ന് ഇറങ്ങി. അവർ കർണാടകക്കാരാ. ഈ പള്ളിയിൽ ആകെ 25 ആളേ ഉള്ളൂ. അവിടെ വന്ന് കയറി ആര്? കർണാടകക്കാര് ബസ്സിൽ, 2 ബസ്സിൽ 75 ആള്. പെട്ടെന്ന് ഭൂരിപക്ഷം മാറിപ്പോയി. ചെറിയ ഭൂരിപക്ഷം ഒന്നല്ല, 4-3 ഭൂരിപക്ഷം കൂടുതലാ. ഭരണഘടന മാറുന്നേ ഭൂരിപക്ഷ, ഭയങ്കര ഭൂരിപക്ഷമായി കർണാടകക്കാർ. ഇനി എന്ത് ചെയ്യാ? ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭൂരിപക്ഷം പെട്ടെന്ന് നഷ്ടപ്പെട്ടതിനാൽ ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അയാൾ ഇറങ്ങിപ്പോരുക വേണ്ട. അയാൾ മിമ്പറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ട. ഇസ്ലാം മതം കൊണ്ട് കളിച്ച കളിയാ ഞാൻ പറയും. അങ്ങനെ ഭൂരിപക്ഷം നോക്കിയിട്ടാണോ ഖുതുബ നടത്തേണ്ടത്? ഭൂരിപക്ഷം മാറിയാലപ്പോ ഖുതുബ മാറ്റേ, നിസ്കാരം മാറ്റേ? ഇതെന്ത് ഇസ്ലാമാണ്? ഇനി സഹോദരന്മാരെ, ചിലര് പറയുന്നു ഖുതുബ അതൊരു പ്രസംഗമാണ്. ഖുതുബ ഒരു പ്രസംഗ, കേവലം ഒരു പ്രസംഗമാണോ ഖുതുബ? ആര് പറഞ്ഞു പ്രസംഗമാണ്? ഈ എത്ര ആളുകൾ പ്രസംഗിക്കുന്നു? അൽഹംദുലില്ലാ എന്നുണ്ടാ പ്രസംഗിക്കല്? റോട്ട് മുതലൊക്കെ എത്ര രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നു? അവർ അൽഹംദുലില്ലാ എന്ന് പറയലുണ്ടോ? അവർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയലുണ്ടോ? അവർ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ദ്വാരക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, എത്ര ആൾ പ്രസംഗിക്കുന്നു? ഇടയ്ക്ക് ഇരിക്കലുണ്ടോ? പ്രസംഗിക്കുന്നവരെ ഇടയ്ക്ക് എന്തിനാ ഇരിക്കുന്നു? നിന്ന നൃത്തത്തിലങ്ങ് പ്രസംഗിച്ചാൽ പോലെ. എന്തിനാ ഇടയ്ക്ക് ഇരിക്കുന്നത്? ഇരിക്കേണ്ട ആവശ്യം എന്താ? പ്രസംഗിക്കുന്നവൻ ഖുതുബ പ്രസംഗമാണെങ്കിൽ ഇടയ്ക്ക് എന്തിനു ഇരിക്കണം? അതല്ലേ ചേകനൂർ മൗലവി ചേകനൂർ, അയാൾ ഖുതുബ ഓതാൻ വേണ്ടി മുജാഹിദിന്റെ മൗലവിമാർ ഒരു സ്ഥലത്ത് നിശ്ചയിച്ചു. ഇയാൾ ഒറ്റ പ്രസംഗം നടത്തി ഇറങ്ങി മിമ്പറുമാൻ. ഏതാ മൗലവി 1-2 വേണ്ടേ ചോദിച്ചു. അതിനാ 2 നിശ്ചയാണ്. മുഹമ്മദ് നബി 2 ഓതിയിട്ടുണ്ട്. ഒന്നിയാൾ മുഹമ്മദ് നബി അറബിയിലല്ലോ ഓതി, നമ്മൾ മലയാളത്തിലല്ലേ പറയുന്നത് ചോദിച്ചു. നമ്മൾ മലയാളത്തിലല്ലേ പറയുന്നത്? മുഹമ്മദ് നബി 2 ഓതി, ഇനി നമ്മൾ 2 ഓതണോ? 1 വരെ ചോദിച്ചു. അപ്പൊ മൗലവിമാർ പറഞ്ഞു, അതല്ല, മുഹമ്മദ് നബി 2 ഓതി എന്നുള്ളത് പ്രത്യേകം റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് അത് 2 തന്നെ വേണോ? അപ്പൊ ഇയാളൊരു മുഹമ്മദ് നബി മദീനത്ത് പോയതിന്റെ ശേഷമാണ് ജുമാ എന്ന പരിപാടി തന്നെ പങ്കെടുത്തത്. 53-ാമത്തെ വയസ്സിലാണ് മദീനത്തേക്ക് പോയെന്നെ. അപ്പൊ വയസ്സായില്ലേ, പ്രായമായില്ലേ. അപ്പൊ മൂപ്പർക്ക് പ്രസംഗിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ക്ഷീണമായിട്ടൊന്നും ഇരുന്നിട്ടുണ്ടാവും. ഞാൻ ചെറുപ്പക്കാരനാ, ഞാനെന്തിനായിരിക്കുന്നു? പ്രസംഗല്ലേ, പ്രസംഗത്തിനിടക്കെന്തിനായിരിക്കുന്നു? ചേകനൂരിന്റെ ഭാഷയാ. ഓ സഹോദരന്മാരെ,
സംഗതി പ്രസംഗാണെ പിന്നെ അയാൾ പറഞ്ഞു ന്യായല്ലേ, പിന്നെ ഇടയ്ക്കൊരു ഇരുത്തന്നെ നിന്ന നിർത്തത്തിൽ അങ്ങ് പ്രസംഗിച്ചാൽ പോരെ? കേവലം ഒരു പ്രസംഗമാണോ ഖുതുബ? എങ്കിൽ പിന്നെ ഇടയ്ക്കതിനാണ് ഇരിക്കുന്നത്. പ്രസംഗത്തിന്റെ ഭംഗി നഷ്ടപ്പെടുകയല്ലേ ചെയ്യുക? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കൂ. എത്രയോ സ്ത്രീകൾ പ്രസംഗിക്കുന്നില്ലേ? അതുകൊണ്ടത് പ്രസംഗമല്ലാതിരിക്കുമോ? സ്ത്രീകൾ ഖുതുബയാകുമോ? സഹോദരന്മാരെ, രാവിലെ പ്രസംഗിച്ചാൽ പ്രസംഗാവൂലേ? ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് രാത്രിയല്ലേ, പ്രസംഗമല്ലേ? എന്നാൽ ഖുതുബയോ? ഖുതുബ ളുഹറിന്റെ സമയത്ത് തന്നെയാകണ്ടേ? സമയം മാറിയാൽ ഖുതുബയാകുമോ? അതേ, പ്രസംഗിക്കുന്നവർക്കൊക്കെ ഉദു ഉണ്ടാകാറുണ്ടോ? ഉദു പലരുടെയും ഉദു ഇല്ലാതെയല്ലേ പ്രസംഗം. എന്നാൽ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ പ്രസംഗിക്കുന്നില്ലേ? ഉദുവോടുകൂടെയാണോ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ജനാബത്ത് കുളിക്കാതെ ഖുതുബ ഓതിയാൽ ഖുതുബ സഹീഹാകുമോ? ഖുതുബ സഹീഹാകുമോ? അതുപോലെ ഉദുവില്ലാതെ ഖുതുബ ഓതിയാൽ ഖുതുബ സഹീഹാകുമോ? നിങ്ങൾ ഉടുത്ത തുണിക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം, ആ രോമം തുണിയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങളെ കാലിന്റെ തൊടയിലെ ഒരു രോമം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഖുതുബ ബാത്തിലല്ലേ? പ്രസംഗത്തിന് കുഴപ്പമുണ്ടോ? പ്രസംഗത്തിന് ഔറത്ത് മറച്ചിരിക്കണമെന്ന നിബന്ധനയുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ 1000 വിഷയങ്ങൾ ചോദിക്കാനുണ്ട്. കേവലം ഒരു പ്രസംഗമാണോ ഖുതുബ? ഒരിക്കലുമല്ല. ഇമാമിങ്ങൾ പറഞ്ഞില്ലേ, അന്നഹു ഇബാദത്തുൻ, അതൊരു ഇബാദത്താണ്. അല്ലാഹ് പറഞ്ഞില്ലേ, അത് ദിക്റാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പോകണേ. അല്ലാഹ് പറഞ്ഞു ദിക്റാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ദിക്റാണ്, ഇമാമിങ്ങൾ പറഞ്ഞു ദിക്റാണ്, ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇബാദത്തായതുകൊണ്ട് തന്നെ അതിന് നിബന്ധനകളുണ്ട്, അതിന് ഘടകങ്ങളുണ്ട്, അതിന് പ്രത്യേകം സമയമുണ്ട്, അതിന് പ്രത്യേകം പല നിബന്ധനയുമുണ്ട്. നാട്ടുകാരായ കുറെ ആളുകൾ ആ സദസ്സിലുണ്ടായിരിക്കണം. ചുരുങ്ങിയത് 4 ആളെങ്കിലും വേണമെന്ന് പറഞ്ഞവരുണ്ട്. 40 ആളുകളെങ്കിലും വേണമെന്നാണ് പ്രബലാഭിപ്രായം ശാഫിഈ മദ്ഹബിൽ. ഓ മുസ്ലിമീങ്ങളെ, അങ്ങനെ അത് നാട്ടുകാരായിരിക്കണം, വേറെ നാട്ടുകാർ പോരാ. പ്രസംഗത്തിന് നാട്ടുകാർ വേണമെന്നുണ്ടോ? മറ്റു നാട്ടുകാർ വന്ന് പ്രസംഗിച്ചാലും പ്രസംഗമാകൂലേ? ഇനിയും നിങ്ങൾ നോക്കൂ, ഒരിക്കലും തന്നെ പ്രസംഗമല്ല, ഒരു കേവലം പ്രസംഗമല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഖുതുബ. ആ ഖുതുബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ പെട്ടതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതെല്ലാം നബിയുടെ ഭാഷയിലാണ്. നിസ്കാരവും ബാങ്കും ദിക്റും ഖുതുബയും ഒക്കെ നബി തങ്ങൾ കൊണ്ടുവന്നതാണ്. ഖുർആൻ പറഞ്ഞു അത് നബിയുടെ ഭാഷയിലാണ്. അതാ ഭാഷയിൽ നിർവഹിച്ചാലേ ഖുതുബയാകുന്നുള്ളൂ, ജുമയാകുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബ് വിവരിച്ചുകൊണ്ട് അവിടുത്തെ സർഹുൽ മുഹദ്ദബിൽ ഒരു ചർച്ചയിട്ടു. ഖുതുബ അറബിയിലായിരിക്കണമെന്നുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, യുസ്തറതു, ശരിയായ അഭിപ്രായം ഖുതുബ അറബിയിലായേ പറ്റൂ. ഖുതുബ അറബിയിലല്ലെങ്കിൽ ജുമ സഹീഹല്ല, ജുമ സാധുവല്ല. എന്താ കാരണം? ലിഅന്നഹു ദിക്റുൽ മഫ്റൂദുൻ. ഖുതുബ എന്ന് പറയുന്നത് ഫർളാക്കപ്പെട്ട ഒരു ദിക്റാണ്, നിർബന്ധമായൊരു ദിക്റാണ് ഖുതുബ. എന്ന് മാത്രമല്ല, ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വക്കാന യഖ്തുബു ബിൽ അറബിയ്യ, അവിടുന്ന് അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രമാണ് ജുമ നിസ്കരിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലത്തെ ജുമ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമ നിസ്കരിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം പോലെ ആവുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഖുർആനിൽ ഓതി കേൾപ്പിച്ചു, ലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുൽ കദിബ. നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ കളവ് പറയരുത്. ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. ഇത് ഹലാലാണ് എന്ന് കള്ളം പറയരുത്, ഇത് ഹറാമാണ് എന്നും കള്ളം പറയരുത്.
നിങ്ങൾ മനസ്സിലാക്കണം, ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ അനുവദനീയമാണെന്നാണ്, ഹലാലാണെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറയുന്നത്. നമ്മൾ അവരോട് ചോദിച്ചു, ആയത്തുണ്ടോ, ഹദീസുണ്ടോ? ലോകത്ത് അതാ 1300 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ചെയ്തിട്ടുണ്ടോ? മൂന്നിന്റെയും മറുപടി ഇല്ല, ഇല്ല, ഇല്ല. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത് ഹറാമാണെന്നല്ലേ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ താല്പര്യം? കാരണം ജുമാ തന്നെ സഹീഹാവുലാന്നല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് തെളിവുണ്ടോ? ആ തെളിവാണ്, ഞാൻ തെളിവ് പറയാൻ മാത്രം കഴിവും പ്രാപ്തിയുമുള്ള പണ്ഡിതനല്ലാത്തത് കൊണ്ട് അതിന് കഴിവുള്ള പണ്ഡിതനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചതാ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണേ. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അറബി ഭാഷയിൽ ഖുതുബ ഓതി അറബി ഭാഷയിലാണ് അവിടുന്ന് നിസ്കരിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികൾ, നബിയെ പിന്തുടർന്ന് ജീവിക്കുന്നവർ നബി നിസ്കരിച്ചതുപോലെ നിസ്കാരമാകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി അറബിയിൽ തന്നെ നിസ്കരിച്ചാലേ റസൂലുള്ള നിസ്കരിച്ചതുപോലുള്ള നിസ്കാരം ൂ. ബുഖാരിയിലെ ഹദീസ് തെളിവ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്താണ് തെളിവ്? പരിശുദ്ധ ഖുർആൻ തെളിവ്. ഖുർആൻ അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഖുർആൻ തെളിവ്. അപ്പൊ ഖുർആനും ഹദീസും തെളിവ് ധരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, ഇസ്ലാമിന്റെ ദിക്റുകൾ, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അറബിയിൽ മാത്രമായിരിക്കണം. ഇനി ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് മുസ്ലിമീങ്ങളെ വേണ്ടത്? അതിന്റെ പുറമെ അതാ നിങ്ങൾ ഫത്ഹുൽ മുഈൻ നോക്കൂ, മറ്റ് കിതാബുകൾ നോക്കൂ. ഇത്തിബാഇ സലഫി വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളുമായ സർവ്വ മുസ്ലിമീങ്ങളും 1300ഓളം കൊല്ലം ലോകത്ത് മുഴുവനും അറബിയിലല്ലാതെ ഖുതുബ നടത്തിയിട്ടില്ല. ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല. അപ്പൊ ഇജ്മാഉം തെളിവ്. ഇനി സഹോദരന്മാരെ, ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ, ഹദീസ്, ഇജ്മാഉ. നാലാമത്തെ പ്രമാണമാണ് ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ തുല്യമായതിന്റെ നിയമം തുല്യമായ നിമിത്തമുള്ളതിന് നടപ്പാക്കുക അല്ലെങ്കിൽ വിധിക്കുക. അത് നിങ്ങൾ നോക്കൂ. ഖുത്ബ എന്ന് പറയുന്നത് അതാ ചിലർ പറയുന്നത് ജനങ്ങളോടാണ്, അതുകൊണ്ട് അത് മലയാളത്തിലാക്കണം. എന്നാ ബാങ്കോ, ബാങ്കാരോടാണ് സഹോദരന്മാരെ? അത് ജനങ്ങളോടല്ലേ. ഇതൊന്നും അല്ലാഹുവോടല്ലല്ലോ. അപ്പൊ ജനങ്ങളോട് കൊടുക്കുന്ന ബാങ്ക് ഒരു ദിക്റാണ്. അത് അറബിയിൽ തന്നെ വേണമെന്ന് ജമാഅത്ത് ഇസ്ലാമി നിർബന്ധിക്കുന്നില്ലേ? മുജാഹിദ് നിർബന്ധിക്കുന്നില്ലേ? അവരെ പള്ളിയിലൊക്കെ അങ്ങനെയല്ലേ, അറബിയിലല്ലേ ബാങ്ക്. ഇനി നാളെ മുതൽ മാറ്റുമോന്ന് നമുക്കറിയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ആ ബാങ്ക് പോലെ തന്നെ ഒരു ദിക്റല്ലേ ഖുതുബ. അതുകൊണ്ട് തന്നെ ഖുതുബ അറബിയിലാകണമെന്നതിന് ഖിയാസും തെളിവല്ലേ. അപ്പൊ ഖുർആനും തെളിവാണ്, ഹദീസും തെളിവാണ്, ഇജ്മാഉം തെളിവാണ്, ഖിയാസും തെളിവാണ്. അതും നിങ്ങൾ നോക്കൂ. ഇമാം നവവി പറഞ്ഞില്ലേ, ലിഅന്നഹു ദിക്റുൽ മഫ്റൂദുൻ, ഫർളാക്കപ്പെട്ട ദിക്റാണ് ഖുതുബ. അത്തശഹുദി, അത്തഹിയാത്ത് പോലെ. അത്തഹിയാത്ത് അതാ ഫർളായ ദിക്റാണ്, അത് അറബിയിലാകണമല്ലോ. അപ്പൊ അത്തഹിയാത്തിനോട് ഖിയാസ്. തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാം ദിക്റല്ലേ, അത് അറബിയിലല്ലേ, അതിനോട് ഖിയാസ്. അങ്ങനെ ഇസ്ലാമിന് 4 പ്രമാണങ്ങളാണെങ്കിൽ ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ് 4 പ്രമാണങ്ങളും ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നു. ഖുതുബ അറബിയിലായാലേ ജുമുഅ സഹീഹാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് ജുമുഅയല്ല. ഈ അടുത്ത് ഒരാളെ പ്രസംഗം കേട്ട് ഞാൻ ഇപ്പൊ പറയാൻ സമയമല്ല, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് CD കേൾക്കാം. എല്ലാ വിഷയത്തിലും പ്രസംഗിച്ച CD ഉണ്ട്. ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ച CD ഉണ്ട്, തേവലക്കര. അതിന്റെ പേര് ഖുർആൻ സ്വീകരിക്കുന്ന സുന്നി തൗറാത്ത് തള്ളിയ സലഫി എന്നാണ്. അങ്ങനെ പേര് കൊടുക്കാൻ എന്താ കാരണമെന്ന് നിങ്ങൾ കേട്ടു നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. സുന്നത്ത് ജമാഅത്തിന്റെ ഏകദേശ വിഷയം ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. നാദാപുരത്ത് തുറന്നുകൊണ്ടിരിക്കുന്ന ഖണ്ഡന പ്രസംഗം 8ാം ഖണ്ഡനം, ഇമാമുകളും പ്രമാണങ്ങളും.
അതിറങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള പ്രസംഗവും എഡിറ്റ് ചെയ്ത് കൊടുത്ത് ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഒക്കെ നിങ്ങൾ കേൾക്കണം. അതിലൊക്കെ വിശദമായ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാത്ത ധാരാളം വയലിന്റെ സീഡികൾ വേണമെങ്കിൽ കേൾക്കാം. ഞാൻ ഇപ്പോൾ ഇത് മാത്രം പറയട്ടെ. ഖുത്ബ നിങ്ങൾ നോക്കൂ, ഒരാളെ പ്രസംഗം ഞാൻ എന്റെ സീഡിയിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഒരാൾ പറയുന്നത്? ചിലർ ചോദിക്കുന്നത് നിസ്കാരം നിങ്ങൾ അറബിയിൽ, ഖുത്ബ നിങ്ങൾക്ക് മലയാളത്തിൽ, അതെന്താണ്? അതിന്റെ കാരണം നിസ്കാരം പടച്ചവനോടാണ്. പടച്ചവൻ അറബിയാണ്, പടച്ചവൻ മലയാളിയല്ല. പടച്ചവൻ മലയാളിയല്ല, അതുകൊണ്ടാണ് നിസ്കാരം ഞങ്ങൾ അറബി നടത്തുന്നത്. ഖുത്ബ മനുഷ്യന്മാരോടാണ്, മനുഷ്യന്മാർ ഇവിടെ ഉള്ളൊക്കെ മലയാളികളാണ്, അതുകൊണ്ടാണ്. അപ്പം അല്ലാഹു തആല അറബിയാണ് എന്നാണ്, മലയാളിയല്ല എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി തന്നെ മൗലവി പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല അറബി, അപ്പൊ അള്ളാഹ്ക്ക് മലയാളം പെടുത്തില്ല, ഇംഗ്ലീഷ് പെടുത്തില്ല. അപ്പൊ പഠിച്ചവനോട് അള്ളാഹുയെ കാക്കണെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് വേണ്ടി വരും? അള്ളാഹ് ചോദിക്കുക മുജാഹിദ് ബാലുശ്ശേരിനെ മറ്റേ വിളിച്ചിട്ട് എന്താ പറഞ്ഞു? കാരണം അള്ളാഹ് അറബിയാണ്, അള്ളാഹു തആല മലയാളി അല്ലല്ലോ. അള്ളാഹ് മലയാളിയല്ലോ. അള്ളാഹിനെ സംബന്ധിച്ച് മലയാളിയിലും അറബിന്നൊന്നും പറയാൻ പറ്റൂല. ആ വിവരം പോലും ഇല്ല ഇവർക്ക്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹ് പഠിച്ചതല്ലേ എല്ലാ ഭാഷയും. അള്ളാഹുവിന് അറിയാത്ത ഭാഷ കിട്ടും. അള്ളാഹുവിനൊരു ഭാഷ അറിയില്ല എന്ന് പറയാൻ ഇസ്ലാം എന്ന് പുറത്തല്ലേ? പക്ഷെ അതുപോലും അറിയാത്തവൻ മതം പറഞ്ഞാൽ പിന്നെ അതിന്റെ ഗൗരവം എത്രയാ? ഓ മുസ്ലിമീങ്ങള്, എന്നാ പറഞ്ഞത് തീർത്തും തെറ്റാ. നിസ്കാരം അള്ളാഹുവിനോട് പറയുന്ന കുറെ ഭാഗം നിസ്കാരത്തിലുണ്ട്, ജനങ്ങളോട് പറയുന്ന ഭാഗവും നിസ്കാരത്തിലുണ്ട്. അതുപോലെ തന്നെ ഖുത്ബയിൽ അള്ളാഹിനോട് പറയുന്നതുണ്ട്, ജനങ്ങളോട് പറയുന്നതുണ്ട്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. നോക്കൂ, നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹനെ സ്തുതിക്കലുണ്ട്. അത് തന്നെ ഖുത്ബയിലുമുണ്ട്. അൽഹംദുലില്ലാഹ് ഖുത്ബയിലും അള്ളാഹനെ സ്തുതിക്കലുണ്ട്. ഖുത്ബയിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഉണ്ട്. അത് തന്നെ ഖുത്ബയിലുമുണ്ട്. നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലുണ്ട്, ഖുത്ബയിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കലുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിസ്കാരത്തിൽ ഖുർആൻ ഓതലുണ്ട്, ഖുത്ബയിലും ഖുർആൻ ഓതലുണ്ട്. സംശയമില്ല. നിസ്കാരത്തിൽ ഒരു കാര്യം ജനങ്ങളോട് പറയലുണ്ട്, അതുപോലെ ഖുത്ബയിലും ഒരു കാര്യം ജനങ്ങളോട് പറയലുണ്ട്. നിസ്കാരത്തിൽ ജനങ്ങളോട് പറയുന്ന കാര്യം എന്താണ്? നിസ്കാരത്തിന്റെ 13ാമത്തെ ഫർള് എന്താ മുസ്ലിമേ? നിസ്കാരത്തിന്റെ 13ാമത്തെ ഫർള് സലാം ചൊല്ലലാണ്. ആർക്കാ സലാം ചൊല്ലുന്നത്? അല്ലാഹ്ക്കാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് തിരിച്ചും പറഞ്ഞു നോക്കി പറയാറില്ലേ? അത് അള്ളാഹിനോടാണോ? പടച്ചവനെ അള്ളാഹ് നിനക്ക് അള്ളാഹിന്റെ രക്ഷ എന്നാണോ? ഒരിക്കലുമല്ല, അത് ജനങ്ങളോടാണ്, സൃഷ്ടികളോടാണ്. അങ്ങനെ ജനങ്ങളോട് പറയൽ നിസ്കാരത്തിന്റെ ഘടകങ്ങളിൽ ഒന്നുണ്ട്. ഇതുപോലെ ഖുത്ബയുടെ ഘടകങ്ങളിൽ ഒന്ന് അൽ വസിയ്യത്ത് ബിത്തഖ്വാ, തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. അത് അതാ ജനങ്ങളോടാണ്. അപ്പൊ നിസ്കാരത്തിലുള്ള അതേ രൂപം തന്നെയാണ് ഖുത്ബയിലുമുള്ളതെന്ന് വിവരമുള്ള ഏത് മനുഷ്യനും അറിയാൻ സാധിക്കും. ആ വിഷയത്തിൽ വ്യത്യാസമില്ല. ഇനി സഹോദരന്മാരെ, വെറുതെയല്ല നമ്മളെ ഇമാമിങ്ങൾ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബോദിയ ജുമഅ സഹിഹാകൂല എന്ന് നമ്മളെ ഇമാമിങ്ങൾ വെറുതെ പറഞ്ഞതല്ല. അവര് പഠിച്ചിട്ട് പറഞ്ഞതാണ്, മനസ്സിലാക്കി പറഞ്ഞതാണ്. ഇനി ഞാൻ പറയട്ടെ, മുൻഗാമികളാരും അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടില്ലെന്നത് നമ്മളുടെ ഒരു അവകാശവാദമല്ല. മുജാഹിദിന്റെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ജുമഅ ഖുത്ബ എന്ന പുസ്തകമാണിത്. ഈ പുസ്തകം നമ്മളാരും പ്രസിദ്ധീകരിച്ചതല്ല. കേരള നേതൃത്വം മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അവര് തന്നെ അതാ KM മൗലവിയുടെ ഫത്വ, അറബിയിലുള്ള ഫത്വ മലയാളീകരിച്ചു കൊടുത്തിരിക്കുന്നു. മലയാളീകരിക്കുമ്പോൾ ഖുത്ബ എന്ന സ്ഥലത്ത് പ്രസംഗം എന്നാക്കി അവർ മാറ്റിയിട്ടുണ്ട്. എന്നാലും ഞാനത് വായിക്കട്ടെ, കേട്ടോളൂ. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. KM മൗലവി പറയാണ്, സഹാബികൾ, താബിയുകൾ എന്നീ സദ്വൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ മതപരമായ ഖുത്ബകൾ നിർവഹിക്കുമ്പോൾ, അവിടെ ഒരു മതപരമായ പ്രസംഗങ്ങൾ എന്നാക്കിയിട്ടുണ്ട്, ആയിക്കോട്ടെ, മതപരമായ പ്രസംഗങ്ങൾ നിർവഹിക്കുമ്പോൾ റുക്നുകൾ അറബിയിൽ പറഞ്ഞു. അപ്പൊ മനസ്സിലായില്ല, ഖുത്ബയാണ്, പ്രസംഗത്തിന് എന്ത് റുക്ന? അപ്പൊ റുക്നുകൾ അറബിയിൽ പറഞ്ഞു വിവർത്തനം ചെയ്യുകയും തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൂർവീകരായ സദ്വൃത്തരും
മതപരമായ ഖുതുബകൾ, റുക്നുകളും തുടർന്നുള്ള ഭാഗങ്ങളും മുഴുവൻ അറബിയിലായിരുന്നു ചെയ്തിരുന്നത് എന്നും നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമുള്ള ഇസ്ലാമിന്റെ ഭാഷയാണ് അറബി. അത് പ്രചരിപ്പിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതുമൂലമല്ലാതെ ഇസ്ലാമിന്റെ പ്രചരണം തന്നെ സാധ്യമല്ല. അറബി ഭാഷയുടെ പ്രചരണത്തിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും കൈക്കൊള്ളേണ്ടത് അവരുടെ സാമൂഹ്യമായ ഒരു ബാധ്യതയാണ്. അവരുടെ എല്ലാ ഖുത്ബകളും സംഭാഷണങ്ങളും അറബിയിലായിരിക്കുന്നത് പ്രസ്തുത മാർഗങ്ങളിൽ പെട്ടതാണ് എന്നെല്ലാം നമുക്കറിയാം. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം പറയുന്നു, മതപരമായ പ്രസംഗങ്ങളും തുടർന്നുള്ള ഭാഗങ്ങളും ആ സകലം അറബിയിലാവേണ്ടതാണ്. നിർബന്ധ ഖുത്ബകളുടെ റുക്നുകളെ സംബന്ധിച്ചിടത്തോളം അറബി നിർബന്ധമാണ്, അല്ലാത്തതിൽ അത് സുന്നത്താണ് എന്ന് വരെ KM മൗലവി തന്നെ ഖുത്ബ മലയാളീകരിക്കാൻ വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ പുസ്തകത്തിൽ സഹോദരന്മാരെ സത്യം എഴുതിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്ത് മുതൽ ഒരാളും അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തിയിട്ടില്ല. ഈ കേരളത്തിൽ മഹാന്മാരായ സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്നു. അന്ന് മുതൽ അറബി ഭാഷയിൽ മാത്രം ഖുത്ബ ഓതി വന്നു. എന്നാൽ 1918 മരിച്ചുപോയ ഹാജി അബ്ദുള്ള സേട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊച്ചിമട്ടാഞ്ചേരിയിൽ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോ ആ പള്ളിയിലാണ് ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തിയതെന്ന് ഉമർ മൗലവി സാഹിബിന്റെ സെൽസബീൽ പുസ്തകം 2 ലക്കം 2 1972 ഫെബ്രുവരി 20 പേജ് 8 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ മുജാഹിദ് ആദർശത്തിൽ നിലകൊള്ളുന്ന പണ്ഡിതന്മാരെ കേരളത്തിൽ കിട്ടാത്തത് കാരണം ബാംഗ്ലൂരിൽ നിന്നും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പള്ളിയും മദ്രസയും സജീവമാക്കി. പ്രസ്തുത പള്ളിയുടെ മിമ്പറിലൂടെയാണ് ഇസ്ലാമിന്റെ ശരിയായ രൂപം കൊച്ചിയിലെ മുസ്ലിങ്ങൾക്ക് കാണുവാനും ആചരിക്കാനും കഴിഞ്ഞത്. ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ജുമയുടെ ഖുത്ബ ആദ്യമായി കേരളത്തിൽ നടത്തപ്പെട്ടത് ഈ പള്ളിയിലാണ്. 1918 മരിച്ച ഹാജി അബ്ദുള്ള സേട്ടിന്റെ പള്ളിയിലാണ് ആദ്യമായി മലയാളത്തിൽ ഖുത്ബ നടന്നത്, അഥവാ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടന്നതെന്ന് മുജാഹിദിന്റെ നേതാക്കൾ തന്നെ എഴുതി വെച്ചു. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, പോരാ. ലോകാടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും ആദ്യം അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടന്നത് കൊച്ചിയിലാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുത്ബ തുടങ്ങിയത് എപ്പോഴാണ്? അത് 1938 മരണപ്പെട്ടു പോയ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തി 1923 ഭരണമേറ്റെടുത്തപ്പോൾ തുർക്കിയിൽ അദ്ദേഹം ഇസ്ലാം മതം മുഴുവനും മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമിച്ച സമയത്ത് അദ്ദേഹം ഖുത്ബയുടെ ഭാഷ മാറ്റി തുർക്കി ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാൻ ഓർഡർ ചെയ്തു. അത് മുജാഹിദിന്റെ നേതാവായ റഷീദ് റിള അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാർ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ലോകത്ത് ഹനഫി മദ്ഹബുകാരടക്കം എല്ലാ കക്ഷികളും അറബിയിൽ മാത്രമേ സർവ വിഷയങ്ങളും നടത്തിയിട്ടുള്ളൂ ദീനീ കാര്യം എന്നത് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ലാ യസാലൂന യഖറഊനൽ ഖുർആന വഅദ്കാറ സ്വലാത്തി വൽ ഹജ്ജി വഗൈരിഹാ. ഹജ്ജിന്റെയും നിസ്കാരത്തിന്റെയും ദിക്റുകളും ഖുർആനോത്തുമെല്ലാം ബിൽ അറബിയ്യത്തി, അറബിയിൽ മാത്രമേ ലോകത്ത് എല്ലാ മദ്ഹബുകാരും ചെയ്തിട്ടുള്ളൂ. വകദാലിക ഖുത്ബത്തു സ്വലാത്തിൽ ജുമുഅത്തി, അപ്പോലെ ജുമുഅ നിസ്കാരത്തിലെ ഖുത്ബയും അങ്ങനെയാ ചെയ്തത്. വല്ലീലൈനി പെരുന്നാളിന്റെ ഖുത്ബയും അങ്ങനെയാ ചെയ്തത്. ഇല്ലാ മാ സദ്ദത് ബിഹിൽ ഹുകൂമത്തുൽ കമാലിയത്തു തുർക്കിയ, തുർക്കിയിലെ കമാൽ പാഷയുടെ ഭരണകൂടം ഒറ്റപ്പെട്ട് ചെയ്ത ഒരേ ഒരു പ്രവർത്തനം ഒഴികെ ഫാമറത്തിൽ ഖുതബാ, ആ തുർക്കിയുടെ ഭരണാധികാരിയുടെ ഭരണകൂടം അതാ നിർദ്ദേശിച്ചു തുർക്കി ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ. എന്തിനാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത്? തംഹീദൻ ലിസ്സലാത്തി ബിഹാ, നിസ്കാരവും തുർക്കി ഭാഷയിലാക്കി മാറ്റാൻ വേണ്ടി കളമൊരുക്കിയതാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ നിമിത്തം?
ഇസ്ലാം, അദ്ദേഹം ഇസ്ലാമിന്റെ പിടികയറ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പൊട്ടിച്ചെറിഞ്ഞിരുന്നു. അദ്ദേഹം ഇസ്ലാമുമായി ബന്ധമുള്ള ഭരണാധികാരിയല്ല. അപ്പൊ സഹോദരന്മാരെ, മുജാഹിദ് നേതാക്കൾ പോലും എഴുതി വെച്ചിരിക്കുകയാണ് ഇസ്ലാമുമായി ബന്ധമില്ലാത്തവരാണ് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തുന്ന പരിപാടി തുടങ്ങിയത്. തഫ്സീറുൽ മനാറിന്റെ 9ാം വാള്യം 313 പേജിൽ നിങ്ങൾക്കിത് കാണാം. അപ്പൊ ലോകത്തൊരൊറ്റ സ്ഥലത്തും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ലെന്ന് ഫത്ഹുൽ മുഈനിൽ, മുഗ്നിയിൽ, തുഹ്ഫയിൽ, മൻഹജിൽ, അതുപോലെ സഹോദരന്മാരെ ലോകത്തുള്ള എല്ലാ കിതാബിലും, നിഹായിൽ, അതുപോലെ എല്ലാ കിതാബിലും പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന്റെ കാരണം ലോകത്ത് ചരിത്രരേഖയില്ല, അറബിയല്ലാത്ത ഭാഷയിൽ ഒരു ഖുതുബക്ക് ചരിത്രരേഖയില്ല. ആകയാൽ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും 4 പ്രമാണങ്ങളും പഠിപ്പിക്കുന്നു ഖുതുബ അറബിയിലാകണം. ഇമാമിങ്ങളൊക്കെയും പറയുന്നു ഖുതുബ അറബിയിലാകണം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ചില ഫിഖ് അയദുറു എന്ന് പറഞ്ഞാൽ അത് കർമ്മശാസ്ത്രപരമായ ഒരു സാങ്കേതികമായ പദമാണ്. അതിനർത്ഥം അറബിയല്ലാത്ത ഭാഷ നിർവഹിക്കാം എന്നല്ല, അല്ലെങ്കിൽ നിർവഹിക്കുന്നതിന് അനുവദനീയമാണെന്നല്ല. അത് വിശദമായി പഠിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി പറയും. ഇപ്പൊ ഒരു ഖതീബ്, ഖുതുബ എന്നൊരു ഖതീബ്, അയാൾ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചാൽ മതി, ലാ യദുറു, അതിൽ കൂടുതൽ മറച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചില കിതാബിലുണ്ടാവും. എന്നാ പിന്നെ നാളെ തന്നെ മുജാഹിദീങ്ങളും ജമാഅത്തുകാരൊക്കെ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചിട്ട് ഖതീബിനെ മെമ്പർമ കേട്ടിട്ടെ നമുക്കൊന്ന് കാണാലോ. കാരണം മുട്ടുപൊക്കലിനുള്ള സ്ഥലം മറച്ചാൽ മതി കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. മൗലവിമാർ മുട്ടുപൊക്കലിനിടയിലും കുപ്പായ ഒരു തുണി കൊടുത്തിട്ട് മിമ്പർമലൊന്ന് കയറിയിട്ട് നമുക്ക് കാണിച്ചു തരട്ടെ. ഫത്ഹുൽ മുഈനിൽ ഒരു കർമ്മശാസ്ത്രപരമായ നിയമമുണ്ട്. അതെന്താണ്? ജുമഅയുടെ ഒരു റക്അത്തിൽ മാത്രം ജമാഅത്ത് കിട്ടിയാൽ മതി, 2ാമത്തെ റക്അത്തിൽ ജമാഅത്ത് കിട്ടിയില്ലെങ്കിൽ ലാ യദുറു, ബുദ്ധിമുട്ടില്ല. അപ്പൊ എന്താണ്? ജുമഅ നിസ്കരിച്ച് കൊണ്ടിരിക്കുമ്പോ ഇമാമിന്റെ കൂടെ നിസ്കാരത്തിൽ തുടർന്ന് ഒരു റക്അത്ത് കഴിഞ്ഞപ്പോ എല്ലാവരും പിന്നിലുള്ള 40 ആളും ഇമാമിനെ വിട്ടുപിരിഞ്ഞ്, എന്നിട്ടോ നിസ്കാരം പൂർത്തീകരിച്ച് സലാം വീട്ടി അവർ പോയി. ലാ യദുറു, ജുമഅ സഹീഹാവുന്ന് ഫിഖിന്റെ കിതാബിലുണ്ടാവും. അതുകൊണ്ട് അർത്ഥം ഇനി അങ്ങോട്ട് അങ്ങനെ നടപ്പാക്കാന്നാ? ഓരോരുത്തൻ തിരക്കുണ്ടെന്ന് വിചാരിച്ചു ഓരോരുത്തർ ഒരു റക്അത്തും ഇമാമിനോട് നിസ്കരിച്ച് വിട്ടുപിരിയലും കരുതി പോവാനാ? കർമ്മശാസ്ത്രത്തിലെ പറഞ്ഞതിലൊക്കെ വേറെ ചില ഉദ്ദേശങ്ങളും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? നബിയും സഹാബത്തും എങ്ങനെ ജീവിച്ചു, മുൻഗാമികൾ എങ്ങനെ ജീവിച്ചു, അത് നോക്കിയാ ജീവിക്കേണ്ടത്. കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിൽ ഒരു റക്അത്തിൽ ജമാഅത്തുണ്ടായ മതി എന്നുണ്ടല്ലോ എന്ന് വെച്ച് എല്ലാവരും ഒരു റക്അത്തും കഴിഞ്ഞ് ജമാഅത്ത് എല്ലാവരും വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു പരിപാടി നടപ്പാക്കിയാൽ കടുത്ത ഹറാമാണത്, കടുത്ത തെറ്റാണത്, ജുമഅയെ ആകെ നശിപ്പിക്കലാണ്, പാടില്ല. അതേസമയത്ത് കർമ്മശാസ്ത്രത്തിന്റെ ചില നിയമങ്ങളുണ്ട്, അത് നിയമം അതിന്റെ വഴിക്ക് പോകും, അത് വേറെ വിഷയമാണ്. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അല്ലെങ്കിൽ കർമ്മശാസ്ത്രം പറയാൻ സുന്നിയല്ലാത്തവർക്ക് എന്താണ് അധികാരം? ആ ഭാഗം ഇരിക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, ജുമഅയുടെ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാൻ ഒരു വകുപ്പുമില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ ജുമഅ എല്ലാവർക്കും പറ്റുന്ന ജുമഅ. എന്തുകൊണ്ട്? മുജാഹിദിന് പങ്കെടുത്താലും പറ്റും, ജമാഅത്തുകാർക്ക് പങ്കെടുത്താലും, ആര് വന്ന് പങ്കെടുത്താലും. അറബിയിലായതുകൊണ്ട് അറബിയിൽ ജുമഅ പറ്റൂല എന്ന് ഇവിടെ ആർക്കും വാദമില്ല. അവരൊന്നും മക്കയിൽ പോയി തിരിച്ചു പോകാൻ ജുമഅ ഖളാ വിട്ടാറില്ല. അപ്പൊ നമ്മളെ ജുമഅ ഐക്യ ജുമഅയാണ്. പിന്നെ നമ്മളെ ജുമഅക്ക് ഒരു കാര്യമുണ്ട്, ജുമഅ നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് തിരിഞ്ഞിരുന്നിട്ട് ദ്വാരക്കും. അത് ചിലർക്ക് പറ്റൂല, അവർക്ക് അതിന് നിൽക്കണമെന്നില്ല. അവർ സ്വന്തം തന്നെ ആ ദ്വാരക്കുകയാണെങ്കിൽ നമ്മൾ ആരും കൈപിടിച്ചിട്ട് പറയടാ ആമീൻ എന്ന് പറയൂല. പറയടാ ആമീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പിടിച്ച് പറയിക്കൂല. അതേ സമയത്ത് നമുക്ക് കൂട്ടുപ്രാർത്ഥന വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുപ്രാർത്ഥന നടത്താൻ പഠിപ്പിച്ചിട്ടുണ്ട്. മാ ഹസദതുകുൽ യഹൂദു അലാ ശൈഇൻ കമാ ഹസദതുകും അലാ തൽമീനി വസ്സലാത്ത്. യഹൂദികൾക്ക് ഏറ്റവും അസൂയയുള്ള വിഷയമാണ് നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തി ആമീൻ പറയുന്നത്. അതുകൊണ്ട് ഫാക്സിറൂ ബിൻ ഖൗലി ആമീൻ, നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തി ആമീൻ പറയൽ വർദ്ധിപ്പിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമുക്ക് കൂട്ടുപ്രാർത്ഥന വേണം, യഹൂദികളെ തുടരാൻ നമുക്കാവൂല. ആർക്കെങ്കിലും യഹൂദിയുടെ ആശയം അനുസരിച്ച് ജീവിക്കണോ? നമ്മൾ ആരെയും ജനങ്ങളെ നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജുമഅയിൽ കൂട്ടുപ്രാർത്ഥന പറ്റൂല എന്ന് പറയുന്നവനും പങ്കെടുക്കാം. നമുക്ക് കൂട്ടുപ്രാർത്ഥന വേണം. അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പോവില്ല. ഇനി സഹോദരന്മാരെ, നമ്മുടെ ജുമഅ, ആ ജുമഅക്ക്
ഏത് മുസ്ലിമിനും പങ്കെടുക്കാൻ പറ്റുന്ന ജുമാ. അതുകൊണ്ടാണ് ഞാൻ ഐക്യ ജുമാ എന്ന് പറഞ്ഞത്. ആരും മാറ്റി നിർത്തേണ്ടതില്ല, ആരും മാറി നിൽക്കേണ്ടതില്ല. നമ്മുടെ ജുമയുടെ പ്രത്യേകതയാണത്. അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. അതിലാരോടും ഭിന്നിക്കുന്ന പരിപാടിയില്ല, ഭിന്നിപ്പിക്കലില്ല. നിങ്ങൾ കണ്ടില്ലേ 20 റക്അത്ത് തറാവീഹ്. ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കാണോ, അവനും നമ്മളെ പള്ളി പറ്റും. 4 നിസ്കരിക്കുന്നവനും നമ്മളെ പള്ളി പറ്റും. 6 നിസ്കരിക്കുന്നവനും പറ്റും. 12 നിസ്കരിക്കുന്നവനും പറ്റും. കാരണം ഇമാം 20 റക്അത്ത് നിസ്കരിക്കും. നേരെ മറിച്ച് അപ്പുറത്തെ പള്ളിയിൽ 20 നിസ്കരിക്കേണ്ട നമുക്ക് അവിടെ നിസ്കാരം ഉണ്ടാവൂല. നമ്മൾ പകുതിയുമെന്ന് കുടുങ്ങിപ്പോകും. ഇതങ്ങനല്ല. ഇതെല്ലാം സ്റ്റോപ്പിലും നിർത്തും. എവിടെയും ഇറങ്ങാം. മുക്കത്തിറങ്ങേണ്ടവന് മുക്കത്തിറങ്ങാം. സുബ്ഹാനല്ലാഹ്, അഗസ്ത്യമൊഴി ഇറങ്ങേണ്ടവൻ അങ്ങനെ ഇറങ്ങാം. ഓമശ്ശേരി ഇറങ്ങേണ്ടവൻ അങ്ങനെ ഇറങ്ങാം. താമരശ്ശേരി ഇറങ്ങേണ്ടവൻ അങ്ങനെ ഇറങ്ങാം. വണ്ടി വയനാട്ടിലോളം പോകും. ഓ സഹോദരന്മാര്, എല്ലാവർക്കും പറ്റുന്നതാണ് നമ്മുടെ തറാവീഹ്. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഐക്യത്തിന്റെ പ്രസ്ഥാനമാണ്. സുന്നത്ത് ജമാഅത്തിനപ്പുറമുള്ളതെല്ലാം ഭിന്നിപ്പിന്റെ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഒന്നും തന്നെ പെട്ടുപോകരുതെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാൻ ഇനിയും നീട്ടി വിശദീകരിച്ച് പറയുന്നില്ല. ഈ കേരളത്തിൽ ഖുതുബ മലയാളത്തിൽ ഓതുന്ന പരിപാടി ഞാൻ പറഞ്ഞല്ലോ, അത് കൊച്ചിയിൽ തുടങ്ങിയിട്ടും അത് പ്രാവർത്തികമായി മറ്റു പല സ്ഥലത്തും നടന്നിരുന്നില്ല. അതിനിടയിലാണ് മുസ്ലിമീങ്ങളെ കാസർഗോഡ് പുണർപ്പയിൽ മുജാഹിദിന്റെ ഒരു യോഗം ചേർന്നു. അന്ന് ജമാഅത്ത് ഇസ്ലാമി ജനിച്ചിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി ജനിക്കുന്നതിന് മുമ്പാണത്. അങ്ങനെ അന്ന് പുണർപ്പയിൽ ഒരു യോഗം ചേർന്നു 936 കാലത്ത്. അന്ന് നടന്ന യോഗത്തിൽ അവർ പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിൽ അവർ പറഞ്ഞതാണ് മിൻ ഹൈസു ഇന്ന ഖുതുബത്തൽ ജുമഅത്തിൽ ആൻ മിൻ ഹൈസു ഇന്ന ഖുതുബത്തൽ ജുമഅത്തിൽ ജാരിയ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജുമഅയുടെ ഖുതുബ ഗൈറു മഫ്ഹൂമത്തിൻ ലിഅമ്മത്തിൻ നാസ്, ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ്. 1936 അൽ മുർഷിദ് ലക്കം 3 മുജാഹിദിന്റെ പത്രമാണ് എഴുതുന്നത്. അന്നത്തെ അവരുടെ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം 11ാം നമ്പർ പ്രമേയം. അതിലെന്താ പറഞ്ഞത്? സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഖുതുബയാണ് ഇപ്പോൾ അറബിയിൽ, ഇവിടെ ഖുതുബയാണ് കേരളത്തിൽ നടക്കുന്നത്. ലികൗനിഹാ അറബിയ്യത്തൻ സൈബത്തൽ ഫഹ്മി, മനസ്സിലാക്കാൻ പ്രയാസമുള്ള അറബി ഭാഷയിലാണ് കേരളത്തിൽ നടക്കുന്ന ഖുതുബ. അപ്പൊ അവരവിടെയും പറയുന്നു കേരളത്തിൽ അറബിയിൽ തന്നെയാണ് ഖുതുബ. ഒറ്റപ്പെട്ടൊരു സംഭവം കൊച്ചിയിൽ 918 കാലത്ത് തുടങ്ങിയതേ ഉള്ളൂ. വൽ ഹഖു അൻ തകൂന മഫ്ഹൂമതൻ, എന്നാൽ ഇവർ ഒരു കള്ളം പറയാണ്. എന്താ കള്ളം? അറബിയായിരിക്കണം, മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം ഖുതുബ എന്നതാണ് സത്യം. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഖുതുബ മനസ്സിലാകാതെ ഓതിയാൽ, അറബി ഭാഷയിൽ ഓതിയാൽ അത് ബാത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവരൊരു കള്ളം പറഞ്ഞുകൊണ്ട് പറയാണ് തുർശിദു ഹാദിഹിൽ ജമിയ, ഈ പണ്ഡിത സംഘടന നിർദ്ദേശം നൽകുന്നു ഖുതുബ അൽ മസാജിദി, പള്ളിയിലെ ഖതീബന്മാർക്ക്, വമുതവല്ലിഹ, പള്ളിയുടെ മാനേജർമാർക്ക്, അൻയുതർജിമുൽ ഖുതുബ ബിഹൈസു യഫ്ഹമു അസ്സാമിഊൻ, കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന വിധം ഖുതുബ പരിഭാഷപ്പെടുത്തേണ്ടതാണ് എന്ന് KM മൗലവിയും PK മൂസാ മൗലവിയും കൂടി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കൂടുതൽ വിവരമില്ലാത്ത ചില മൊല്ലാക്കമാരും അതുപോലെ കൂടുതൽ ചിന്തിക്കാത്ത ചില മുസ്ലിംമാരുമൊക്കെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ അതാണ് ശരിയെന്ന ഇവരുടെ വാദം. ആ വാദമനുസരിച്ച് അവരെ പ്രമേയം കണ്ട് ചില സ്ഥലങ്ങളിൽ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ പരിഭാഷപ്പെടുത്താൻ തുനിഞ്ഞപ്പോൾ അത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ 1947 മാർച്ച് 15 ഇവരുടെ പ്രമേയം കഴിഞ്ഞു. 10ഓളം കൊല്ലം കൊണ്ട് ചില ഒറ്റപ്പെട്ട പള്ളികളിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടക്കുന്ന വിവരം പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വിവരം കിട്ടിയപ്പോൾ 1947 മാർച്ച് 15 അതാ അല്ലാഹുവിന്റെ ദീൻ മുജാഹിദിന്റെ മൗലവിമാര് മാറ്റിമറിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച് ഇസ്ലാമിലില്ലാത്തൊരു കടുത്ത ബിദ്അത്ത്, മുങ്കറത്തായൊരു ബിദ്അത്ത്, ഇസ്ലാമില്ലാത്തൊരു പുത്തനാചാരം, ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല, ഇജ്മാഇല്ല, ഖിയാസില്ല, മുൻഗാമികളായ മഹാന്മാരുടെ പിന്തുണയില്ല, ഒരു പ്രമാണവുമില്ലാതെ സ്വന്തം മതം മാറ്റിമറിക്കുന്ന ഏർപ്പാട് ചെയ്തപ്പോ അതിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1900 മാർച്ച് 15
ശനിയാഴ്ച രാത്രി അതാ കോഴിക്കോട് മീൻചന്ത ജുമാഅത്ത് പള്ളിയിൽ അബ്ദുൽ ഹഖ് ജനാബ് മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ് അവരുടെ അധ്യക്ഷതയിൽ കൂടിയ മുസാവറയിൽ തീരുമാനം പറഞ്ഞു പണ്ഡിതന്മാർ. കാരണം ഇവിടെ ജനങ്ങൾ പിഴക്കുകയാണ്, ജനങ്ങളുടെ ജുമ പല സ്ഥലത്തും ബാത്തിലാവുകയാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞു ജുമയുടെ ഖുതുബയിൽ അറബിയല്ലാതെ മറ്റു ഭാഷകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ലാത്തതും മുൻകറത്തായ ബിദ്അത്തുമാണെന്നുണർത്തി. ഓ മുസ്ലിമീങ്ങളെ, മുൻകറത്തായ ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫവറദ്. ഈ ദീൻ കാര്യത്തിൽ ദീനിൽ പെടാത്ത, ദീനിന്റെ പ്രമാണങ്ങളില്ലാത്ത, മുൻഗാമികൾ ചെയ്യാത്ത ഏതെങ്കിലും ഒരു പുതിയ കാര്യം അതാ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദ്, അവനെ തള്ളേണ്ടതാണ്. കൊണ്ടുവന്ന ആശയവും തള്ളപ്പെടേണ്ടതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ പറഞ്ഞില്ലേ, ആ പറഞ്ഞ ബിദ്അത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണർത്തി. ഇപ്പോൾ ഇവരെ കൂട്ടത്തിൽ ചിലര് പറയാറുണ്ട് സമസ്തയാണ് ഖുതുബ പരിഭാഷ നിർത്തിക്കാൻ പറഞ്ഞത്. അല്ല, സമസ്ത അത് പറയാനുണ്ടായ കാരണം ഖുതുബ അറബിയിൽ മാത്രം ഓതുന്ന നമ്മളെ രാജ്യത്ത് അറബിയല്ലാത്ത ഭാഷയിൽ ഓതാൻ വേണ്ടി ഒരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കാൻ മൗലവിമാർ ശ്രമിച്ചപ്പോൾ അതിനെ തടയിടുകയാണ് സമസ്ത ചെയ്തതെന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് നബിതങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ മുസ്ലിമും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തുന്ന പള്ളിയിൽ പോയി അവരെ ഈമാനും ഇസ്ലാമും നിസ്കാരവും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനികൾ അതാ സദസ്സിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആ കിതാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു. മുജാഹിദിന്റെ നേതാവ് പറഞ്ഞു, നിങ്ങൾ ശരിയും തെറ്റും നോക്കണ്ട, നിങ്ങൾ ഞങ്ങൾ പറയും പോലെ ജീവിച്ചാ മതി, പടച്ചവന്റെ അടുക്കലെത്തുമ്പോൾ ഞങ്ങളായിക്കോളും എന്ന് മുജാഹിദിന്റെ പ്രസിഡന്റ് അതെ വ്യക്തമായി പ്രസംഗിച്ചു. ഞാൻ എന്റെ പല സീഡിയിലും അത് കേൾപ്പിച്ചിട്ടുണ്ട്, ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലയഅലമന്നല്ലാഹു അല്ലദീന ആമനൂ വലയഅലമന്നൽ മുനാഫിഖീൻ. വിശ്വസിച്ച ജനങ്ങളെ അല്ലാഹുവിന് നന്നായി അറിയാം, കപട വിശ്വാസികളെയും അല്ലാഹുവിന് നന്നായി അറിയാം. അതനുസരിച്ച് അവൻ പ്രതിഫലം നൽകും. വഖാലല്ലദീന കഫറൂ, അവിശ്വാസികളും ഇതിനെപ്പറ്റി അല്ലാഹു പറയാണ്, വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും, ഒരിക്കലും തന്നെ അവരെ പിന്തുടർന്നവരുടെ പാപങ്ങൾ അപ്പറഞ്ഞ കക്ഷികൾ പേറൂല, വഹിക്കൂല. ഇന്നഹും ലകാദിബൂൻ വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ശൈഇ. അനുയായികളുടെ പാപങ്ങൾ ആ നേതാക്കൾ ആരും പേറൂല. ഇന്നഹും ലകാദിബൂൻ, അവർ കള്ളം പറയുന്നവരാണ്, അവര് കള്ളം പറയുന്നവരാണ്. വലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം, അവരുടെ ഭാരവും അവരുടെ അനുയായികളുടെ ഭാരവും ഒക്കെ ആ നേതാക്കൾ പടച്ചവന്റെ അടുക്കൽ പേറേണ്ടി വരും. വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനൂ യഫ്തറൂൻ, അവർ അല്ലാഹുവിന്റെ പേരിൽ നിർമ്മിച്ചുണ്ടാക്കിയ മുഴുവൻ വിഷയങ്ങളെ കുറിച്ചും അല്ലാഹുവിങ്കൽ അവർ ചോദ്യം ചെയ്യപ്പെടും. ഈ ആയത്ത് നിങ്ങളെ ശ്രദ്ധയിൽ പ്രത്യേകം പെടുത്തുന്നു. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്നതിന് ഒരു തെളിവുമില്ലേ, ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കരുതേ. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസഅത് മസീറാ. വല്ലവരും റസൂലുള്ളാഹിക്ക് എതിർപ്പ് കാണിച്ചാൽ ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് അറബിയിൽ മാത്രം ഖുതുബോദി, അറബിയിൽ മാത്രം അവിടുന്ന് നിസ്കരിച്ച് കാണിച്ചു തന്നിട്ട് ആ അറബിയിൽ മാത്രം ഖുതുബോദി, അറബിയിൽ മാത്രം നിസ്കരിക്കാതെ റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാതെ ഒരു ഭാഷയിൽ ഖുതുബോദി വേറൊരു ഭാഷയിൽ നിസ്കാരം, നിസ്കരിച്ച ഭാഷയിലല്ല ഖുതുബ, ഖുതുബ ഓതിയ ഭാഷയിലല്ല ജുമഅ.
ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിസ്കരിച്ചത് ഏത് ഭാഷയിലാണോ അതേ ഭാഷയിൽ ഖുതുബ ഓതിയത് ഏത് ഭാഷയിലാണോ അതേ ഭാഷയിൽ നിസ്കാരം. ഇങ്ങനെ ആ റസൂലുള്ള പഠിപ്പിച്ചതെങ്കിൽ ആ റസൂലുള്ളാഹിനെ പിന്തുടരാതെ ഏതോ മൗലവിമാര് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഓ മുസ്ലിമേ നിന്റെ ജുമുഅ നീ ബാത്തിലാക്കിയാൽ ശരിക്കോർത്തോളം പടച്ചവന്റെ മുമ്പിൽ നിന്റെ പാപം, നിന്റെ ജുമുഅ നഷ്ടപ്പെട്ട പാപം ഒരാളും പേറൂല കേട്ടോ, വഹിക്കൂല കേട്ടോ. ജുമുഅ നഷ്ടപ്പെട്ടിട്ട് പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറുപ്പിക എത്രയോ സംഖ്യ ചെലവഴിക്കുന്നവരാ ഞങ്ങൾ. എന്തിന്? ഞങ്ങൾ ആശയപ്രചരണത്തിന്, ദഅവക്ക് വേണ്ടി ഞങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ഒരു കൊല്ലത്തിൽ ചെലവഴിക്കുന്നു. SYS ചെലവഴിക്കുന്നുണ്ട്, SSF ചെലവഴിക്കുന്നുണ്ട്, ഞങ്ങളെ പള്ളി കമ്മിറ്റികൾ ചെലവഴിക്കുന്നുണ്ട്. എത്ര സുഖമാണ്. നാട്ടിലെ മുഴുവൻ ആളുകളും പള്ളിയിൽ വന്നെത്തിയ സമയത്ത് 5 പൈസന്റെ നോട്ടീസ് വേണ്ട, മൈക്കിന് വാടക വേണ്ട, പെർമിറ്റ് എടുക്കണ്ട, സുന്ദരമായി ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലേ. ഞങ്ങൾ എന്തേ അത് ചെയ്യാത്തത്? അള്ളാനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് മുസ്ലിമേ. അള്ളാന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് അമല് ചെയ്തൂടാ. റസൂലുള്ള പറഞ്ഞില്ല ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ നിബന്ധനയായ ഖുതുബ അറബിയിൽ ഓതിയിട്ട് അറബിയിൽ നിസ്കരിക്കുകയല്ലാതെ ഇതൊരു നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കി അത് മാറ്റിമറിക്കാൻ ഒരു മുസ്ലിം പണ്ഡിതന് സാധ്യമല്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, എന്നാലും ജനങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകണ്ടേ എന്ന് ചോദിക്കുന്നവരുണ്ട്. മനസ്സിലാകുന്ന ആൾക്ക് അവിടെ കുഴപ്പമോ? കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ മനസ്സിലാകാണ്ട് കാത്തിരുന്നിട്ടില്ലേ? ഒരാഴ്ചയിലെ മനസ്സിലാത്തത്. ഇനി ഒരു 10 മിനിറ്റ് കൂടി കാത്തൂടെ? വെള്ളിയാഴ്ച ജുമഅക്ക് ബാങ്ക് കൊടുത്ത് അങ്ങനെ ഇമ്പർമൽ കയറി 4 മിനിറ്റ് കൊണ്ട് ഒരു ഖുതുബ. കൂടുതൽ തിരക്കാണെങ്കിലേ 4 മിനിറ്റ് ഉണ്ട്, അല്ല 5 മിനിറ്റ് ആയിക്കോളൂ ഒരു ഖുതുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തെക്കാൾ ഖുതുബ ചുരുങ്ങണമെന്നാണ്. അതാണ് ബുദ്ധിയും വിവരമുള്ള മനുഷ്യന്റെ, തന്റെ ഇടമുള്ള മനുഷ്യന്റെ രൂപം എന്നാണ്. അപ്പോ ഒരു ചെറിയ ഖുതുബ 5-10 മിനിറ്റ് കൊണ്ടൊരു ഖുതുബ. പിന്നെ അത്രയും സമയം അല്ലെങ്കിൽ അതിനേക്കാൾ 1-2 മിനിറ്റ് സമയം കൂടുതൽ ജുമുഅ നിസ്കാരം. വീണമെങ്കിൽ ചുരുക്കി 4 മിനിറ്റ് കൊണ്ട് ഖുതുബ, 5 മിനിറ്റ് കൊണ്ട് നിസ്കാരം, 1 മിനിറ്റ് കൊണ്ട് ദുആ, 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പ്രസംഗിച്ചോളൂ. എവിടെയാ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഇത് മാറ്റി മറിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാകണോ എന്നുള്ളതല്ല വിഷയം. ജനങ്ങൾക്ക് മനസ്സിലാകണം. അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മനസ്സിലായപ്പോരെ? ഒരാഴ്ചയല്ലേ മനസ്സിലാകത്ത്? ഒരു 10 മിനിറ്റ് കൂടി കാത്തൂടെ? 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മനസ്സിലായപ്പോരെ? അതുപോലെ ഇപ്പം മനസ്സിലാവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോരെ? ഒരു ബാങ്ക് ഉടനെ മനസ്സിലാകണം. അപ്പൊ ഇത് മനസ്സിലാകലല്ല ലക്ഷ്യം, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലാണ്. ക്രിസ്ത്യാനികളെ പോലെ ഓരോ ഭാഷക്കാർക്ക് ഓരോ മതം, ഓരോ ഭാഷക്കാർക്ക് ഓരോ കർമ്മം. അങ്ങനെ നമ്മളെ മതത്തെ ഭിന്നിപ്പിക്കാനെടുത്ത കുതന്ത്രമാണ്. അല്ലേ 10 മിനിറ്റ് കാത്തു നിന്നുകൂടെ? നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചു നോക്കൂ. ചിലർ പറയുന്നു അപ്പൊ ഈ ആൾക്കാരൊക്കെ പൊയ്ക്കളിയോ, അപ്പൊ ഈ ആൾക്കാർ പൊയ്ക്കളിയും. എന്നാൽ ഏറ്റവും നല്ല എപ്പോഴാണെന്നറിയോ? അത്തഹിയാത്തിന് ഇരുന്നപ്പോ ഒരു ഖുത്ബോദലല്ലേ മലയാളത്തിൽ. അത്തഹിയാത്തിന് ഇരുന്നപ്പോ, കാരണം ഒരൊറ്റ കുട്ടി എത്താൻ ബാക്കി ഉണ്ടാവില്ല. മറ്റേ നിങ്ങൾ പ്രസംഗിച്ചോണ്ടെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ കയറി വരില്ല. ഇപ്പൊ എല്ലാവരും എത്തൂല. എല്ലാവരും എത്താൻ നല്ല പറയോ? നിസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ എല്ലാവരും എത്തിയിട്ടുണ്ടാവും. അവസാനത്തെ റക്അത്തിൽ എത്തുന്നവരും എത്തിയിട്ടുണ്ടാവും. പിന്നെ ഒറ്റക്കുട്ടി പിരിഞ്ഞു പോയില്ല, കാരണം സലാം വിട്ടാണ്ട് പോയിക്കൂടാലോ. അപ്പൊ ഏറ്റവും നല്ലത് അത്തഹിയാത്തിൽ ഒരൊറ്റ പ്രസംഗം എന്നിട്ട് മതി ബാങ്കോട് നമ്മുടെ സലാം വിട്ടൽ. അങ്ങനെ ആക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തതിന്റെ കാരണോ? നിസ്കാരം ബാത്തിലാവുന്ന. എന്നാ ഇവിടെയും ജുമുഅ ബാത്തിലാകുകയല്ലേ ചെയ്യുന്നത്. ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളെ അമലുകൾ ബാത്തിലാക്കരുത്. ഖുർആൻ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിക്കെതിരെ ചെയ്താൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ നടന്നു വന്ന വഴി വിട്ടുകൊണ്ട് പുതിയ വഴി സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവനോട് ജീവിക്കാൻ സൗകര്യമൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ വനുസ്രിഹി ജഹന്നം, അവനെ ജഹന്നമാകുന്ന നരകത്തിൽ കിടക്കും. അല്ലാഹു പറയുന്നത് അവന് ജഹന്നമാകുന്ന നരകത്തിൽ കിടത്തും. വസാഅത്ത് മസീറ, അത് എയർ കണ്ടീഷൻ അല്ല, അത് വളരെ വിഷമകരമായ സംഗീതമാണ് നബിയെ. ആ നരകത്തിൽ കടക്കാതെ മൂമിനായി ജീവിച്ച് മൂമിനായി മരിച്ച് സ്വർഗത്തിലെത്തണോ മുസ്ലിമേ? എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ, തങ്ങൾ പഠിപ്പിച്ചതുപോലെ, അതേ ഇമാം റംലി പഠിപ്പിച്ചതുപോലെ, ഇമാം നവവി പഠിപ്പിച്ചതുപോലെ, ഇമാം റാഫി പഠിപ്പിച്ചതുപോലെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹും പഠിപ്പിച്ചതുപോലെ
സഹാബത്ത് കാണിച്ചു തന്നതുപോലെ താബീകൾ മനസ്സിലാക്കി തന്നതുപോലെ 1300ഓളം കൊല്ലം ഇസ്ലാമിക പ്രബോധന രംഗത്ത് തിളങ്ങി നിന്ന മഹാന്മാർ ലോകമെമ്പാടും നടത്തി കാണിച്ചു തന്നതുപോലെ അറബിയിൽ മാത്രമുള്ള ഖുതുബയും അറബിയിൽ മാത്രമുള്ള ജുമയും നിസ്കരിച്ച് നീ മുനാഫിഖായി പോകാതെ ജുമ നഷ്ടപ്പെട്ടാൽ മനഃപൂർവ്വം 3 ജുമ നഷ്ടപ്പെട്ടാൽ മുനാഫിഖിന്റെ സീല് ഖൽബിൽ വെച്ചു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓ മുഅ്മിനായി മരിക്കണ്ടേ എങ്കിൽ മുനാഫിഖിന്റെ സീല് വെക്കാതെ ഈമാനിന്റെ വെളിച്ചമുള്ള മനസ്സുമായി ജീവിച്ച് മരിക്കാൻ അറബിയിൽ മാത്രം ഖുതുബോതുന്ന പള്ളിയിൽ വന്ന് പങ്കെടുത്തോ. അത് ഐക്യത്തിന്റെ ജുമയാണ് കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ടും ഒരാൾ അതേ ഞാനതാ ഖുർആൻ അംഗീകരിക്കാനില്ല, ഹദീസ് അംഗീകരിക്കാനില്ല, ഇജ്മാഇ സ്വീകരിക്കാനില്ല, ഖിയാസ് ഞാൻ സ്വീകരിക്കുന്നില്ല, ഇമാമിങ്ങളെ ഞാൻ നോക്കുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ 1300ഓളം കൊല്ലം ജീവിച്ച ഒരൊറ്റ പണ്ഡിതനെ ഞാൻ അവലംബിക്കുന്നില്ല, മക്കയിലും മദീനയിലും ഒക്കെ ജുമ നടത്തിയവരെ ഞാൻ ഇതുവരെ ഞാൻ സ്വീകരിക്കുന്നില്ല, ഞാൻ എന്റെ നാട്ടിലെ 2-3 മൗലവിമാരെ പിന്നാലെ പോവുകയാണ് എന്നാണ് പറയുന്നതെങ്കിൽ അവരോട് പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അക്രമം ചെയ്തു പോയവൻ കൈകടിക്കുന്ന ഒരു ദിവസമുണ്ട് നബിയേ. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ ആ സമയത്തങ്ങ് പറഞ്ഞു പോകും. പടച്ചവന്റെ കോടതിയിൽ കൈകടിക്കുന്ന സമയമാണത്. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന ഒരു മനുഷ്യനെ സ്നേഹിതനായി സുഹൃത്തായി ഞാൻ പിന്തുടർന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹ് ലഖദ് അളല്ലനി അനി ദിക്രി, ഖുർആനിൽ നിന്ന് എന്നെ അവൻ പിഴപ്പിച്ചു, ഖുത്ബയിൽ നിന്ന് പിഴപ്പിച്ചു, ദിക്റിൽ നിന്ന് എന്നെ അവൻ പിഴപ്പിച്ചു. ബഅദ ഇദ് ജാഅനി, എനിക്ക് ആ ദിക്ർ കിട്ടിയതിന് ശേഷം, എനിക്ക് ഖുർആൻ കിട്ടിയതിന് ശേഷം എന്നെ പിഴപ്പിച്ച ഈ കക്ഷി അവനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൈകടിച്ച് പറയുന്നൊരു സമയമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നു. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ, ശൈത്താൻ ഒരു മനുഷ്യനെയും അവിടെ വെച്ച് സഹായിക്കൂല, മനുഷ്യനെ കൈയൊഴിച്ച് ശൈത്താൻ അങ്ങ് മാറിക്കളയും. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആൻ ഈ ജനങ്ങൾ കൈയൊഴിച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കംപ്ലൈന്റ് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് മലയാളത്തിൽ ഖുതുബ ഓതുന്ന പള്ളികളിൽ, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്ന പള്ളികളിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് പോയി സമയം പോക്കുന്നവർ ഈ ആയത്തിനെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം. പടച്ചവന്റെ കോടതിയിലെത്തുമ്പോൾ മുസ്ലിംമാര് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടതുപോലെ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയണ്ട. ഇസ്ലാമിന്റെ പ്രമാണമനുസരിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ വിവരിച്ചതനുസരിച്ച്, ലോക മുസ്ലിമീങ്ങൾ നടന്നു വന്നതനുസരിച്ച് അറബിയല്ലാത്ത ഭാഷയിൽ ഒരു ഖുതുബ ഇല്ലേ ഇല്ല. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഐക്യം നിലനിർത്താൻ ഏത് ഭാഷക്കാർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ജുമ, ചൈനീസ് ജുമയല്ല, ഇംഗ്ലീഷ് ജുമയല്ല. ചൈനയെ കൂടി ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് അയ്യുഹന്നാസ് ഊസീക്കും ഇബാദുല്ലാഹി വയ്യായ ബിത്തഖ്വല്ലാഹ് എന്നൊരു മലയാളി കേട്ടാൽ ഇവിടെ ജുമയുണ്ട് എന്ന് മനസ്സിലാവും. അയാൾ അവിടെ കയറി ഖുതുബ കേട്ട് ജുമ നിസ്കരിച്ച് പിരിഞ്ഞു വരും. അതേ ചങ്ങാതി ചൈനയിൽ സാധനം എടുക്കാൻ പോയതാ. ചൈനയുടെ സാധനം ഇങ്ങനെ ഇറക്കുമതി ചെയ്യാം മൂപ്പര്. അപ്പൊ ചൈനയിൽ സാധനം എടുക്കാൻ പോയതാ. പോയിക്കൊണ്ടിരിക്കുമ്പോ ചൈനീസ് ഭാഷയിൽ ഒരു ഖുതുബ, ചിങ് ചാങ് ചൂങ് എന്ന് പറയുന്ന ഭാഷയിൽ ഒരു ഖുതുബ. അത് കേട്ടാൽ ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് തോന്നും. ഇവിടെ മുസ്ലിമീങ്ങളുണ്ടെന്നോ ജുമ ഉണ്ടെന്നോ ഖുതുബ ഉണ്ടെന്നോ അയാൾക്ക് മനസ്സിലാവൂല. ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരാശയം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരേ ഒരു ജുമ, ഒരേ ഒരു നിസ്കാരം, ഒരേ ബാങ്ക്, ഒരേ ദിക്ർ, ഒരേ ഖുർആനോത്ത്, ഒരേ സലാത്ത്, ഒരേ തസ്ബീഹ്, അതാണ് മുസ്ലിം. ആ മുസ്ലിങ്ങളുടെ ഐക്യം അറബി ഭാഷയിൽ മാത്രം ഖുതുബോധി നിലനിർത്തണം. അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇത്രയൊക്കെ തെളിവുണ്ടായിട്ട് ഈ മുജാഹിദിന്റെ മൗലവിമാരും ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാരും ഇതെന്തിനാ മാറ്റിയത് എന്ന്? അത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം പണ്ഡിതന്മാരില്ലാത്ത സദസ്സിൽ സാധാരണക്കാരെ പഴപ്പിക്കാൻ വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും നല്ല ചാൻസ് കിട്ടുന്നൊരു സമയമാണ് ജുമയുടെ ഖുത്ബ മലയാളത്തിലാക്കൽ.
കാരണം ഒറ്റ പണ്ഡിതനും അവനവന്റെ ആഹാരം പേടിച്ചിട്ട് സദസ് പോയിരിക്കൂല. എന്റെ ജുമാ പോയി പോയിച്ചിട്ട് ഒരൊറ്റ മുസ്ലിം പണ്ഡിതൻ പോകൂല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാ? അവർക്ക് ആയത്ത് ഹദീസ് ഓതിയിട്ട് ഏത് ദുർവ്യാഖ്യാനവും സാധാരണക്കാരെ മനസ്സിൽ കുത്തിച്ചേർത്താൻ അവർക്ക് സാധിക്കും. അതിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ യഹൂദി നസാറാക്കളുടെ വലിയ കുതന്ത്രമാണ് എന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഇത് അടിസ്ഥാനപരമായൊരു വിഷയമാണ്. കാരണം ഒരൊറ്റ പണ്ഡിതൻ ഇത് കേൾക്കാൻ പോകില്ല, ഈമാനുള്ള പണ്ഡിതൻ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സുന്നി മുസ്ലിയാര് അറബിയല്ലാത്ത ഭാഷ പോകുന്ന പള്ളിയിൽ കയറൂല. അപ്പൊ അവിടുന്ന് എന്തും പറയാം. കാരണം അറിയുന്ന ഒരൊറ്റ മനുഷ്യന് കേൾക്കാനില്ലല്ലോ. സാധാരണക്കാരനോട് എന്തും പറഞ്ഞു തോന്നിയിട്ട് മുഹമ്മദ് നബി സാധാരണക്കാരനാന്ന് പറയാ, അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്നും പറയാ, ചിലപ്പം ഒരു കൊത്തുബയിൽ ഇടത്തെ കൈ ഉണ്ട് എന്ന് പറയാം, മറ്റേ കൊത്തുബയിൽ ഇടത്തെ കൈ ഇല്ല എന്ന് പറയാം. എന്ത് വേണമെങ്കിലും പറയാം. അത് പറയാനുള്ള ഒരു ചാൻസാണ്. ആ ചാൻസ് ഉണ്ടാക്കിയതാണ് ഖുത്ബ ബാത്തിലായാലും നമ്മളെ സംഘടന വളരണം എന്ന നിലക്ക് അവർ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ഇസ്ലാമിൽ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഈ ഖുത്ബ മലയാളത്തിൽ, ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതുക എന്ന പരിപാടി. അതിന്റെ ഗൗരവം മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഹഖ് ഹഖായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ഒരു 10 സ്വലാത്ത് ചൊല്ലണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. നമ്മുടെ ഇവിടെ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടെ അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അതിലേതെല്ലാം അറബികളും അനറബികളും നാട്ടുകാരും അന്യനാട്ടുകാരും ഉണ്ടോ, അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നാളെ വെള്ളിയാഴ്ച ജുമുഅക്ക് നിങ്ങൾ ഇവിടെ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. 10 സ്വലാത്തിൽ നമുക്ക് ദ്വാരക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വരാൻ വേണ്ടി തിരക്കിട്ടുകൊണ്ട് വരാൻ വേണ്ടി ഇനി പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് എന്റെ തലയിൽ പ്രസംഗം ഉണ്ടാകുക, വേറെ ഒന്നും തലയിൽ കയറില്ല. ആരെ കണ്ടാൽ തന്നെ ഞാൻ മുത്തൂക്കൂല. എന്റെ സ്വഭാവം, കാരണം എന്റെ ശ്രദ്ധ മുഴുവൻ പ്രസംഗത്തിലായിരിക്കും. അപ്പൊ കുറെ ആളുകൾ വന്നിട്ട് കിടക്കുന്ന സിറാജുലേക്ക് നേർച്ച പൈസ, അവർ പൈസ തരാനാ വരുന്നത്. പക്ഷെ അവർക്കൊന്നും എനിക്ക് മുഖം കൊടുക്കാൻ കഴിഞ്ഞില്ല, അവരോട് നല്ല എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ മനസ്സിൽ ഇത് പ്രസംഗം തീരുന്നവരെ അങ്ങനെയാണ്. ഏതൊരു വിഷയം ഒരു മഖ്സൂദ് ഉണ്ടാവും, ഒരു ഉദ്ദേശം. ആ ഉദ്ദേശം കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് കിടക്കും. അതുകൊണ്ടാണ് ജുമാ ഖുത്ബയും ജുമയും എല്ലാ ദോഷവും പുറത്തിട്ടുള്ള ഒരു ഭാഗത്താണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പ്രസംഗിക്കാന്നല്ല, അതിന്റെ മുമ്പ് വേണ്ടാന്ന് തന്നെ വേണ്ട. മഖ്സൂദിനെ മുന്തിക്കണം എന്നാണ് എപ്പോഴും, ഉദ്ദേശത്തെ മുന്തിക്കണം. അതുപോലെ പ്രസംഗിക്കാൻ വരുമ്പോൾ പ്രസംഗമാണ് മനസ്സിന്റെ ഉള്ളിലെ ഉദ്ദേശം. അപ്പൊ പലരും വന്നിട്ട് കൈപിടിക്കാനൊക്കെ നോക്കും. ഞാൻ ആരോടും സംസാരിച്ചില്ല, അവർക്കൊന്നും കംപ്ലൈന്റ് വേണ്ട. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ദ്വാരക്കാം. ഒരുപാട് ആളുകൾ സിറാജുലൂദിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല ആ സ്ഥാപനത്തിന് എന്നൊരു ബർക്കത്താണ്. എവിടെ ചെന്നാലും ഇങ്ങനെ നേർച്ച കിട്ടും. ഒരു കൊല്ലത്തിൽ, ഒരു മാസത്തിൽ 8 ലക്ഷം 9 ലക്ഷം റുപ്യൊക്കെ നേർച്ച കിട്ടും. അള്ളാഹു തആല എന്ന ബർക്കത്താണ്. ഈ അടുത്ത് ഒരാൾ 1 ലക്ഷം റുപ്യ കൊണ്ട് തന്നു. അദ്ദേഹത്തിന് 21 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. പുല്ലൂക്കരയിൽ അബ്ദുറഹീം, അൽഹംദുലില്ലാഹ് കുട്ടിയായി. അയാൾ നേർച്ച ചെയ്ത് കുട്ടിയായി. അൽഹംദുലില്ലാഹ് അയാൾ 1 ലക്ഷം റുപ്യ കൊണ്ട് തന്നു. 60,000 റുപ്യ അടുത്ത് ഒരാൾ തന്നു. ഇവിടെ എടപ്പാള് നടുവട്ടം എന്താണ് ഒരു ഉമ്മ 60,000 റുപ്യ തന്നു. അപ്പൊ ആ ഉമ്മന്റെ 2 കുട്ടികൾ, 2 ആള് നാട്ടിൽ നിന്ന് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അള്ളാഹു തആല ആ കുട്ടികളെ പെട്ടെന്ന് തന്നെ ഉമ്മയുടെ അടുക്കൽ തിരിച്ചെത്തിക്കുമാറാകട്ടെ. അതുപോലെ പല ആളുകളും പല വിഷയത്തിലും ദ്വാരക്കാൻ പറഞ്ഞു. ഇന്ന് നേരുമ്പോഴത്തേന് ശേഷവും പലരും വന്ന് നേർച്ചകളും സംഭാവനകളും തന്നുണ്ട്. ഇവിടെ വന്നപ്പോഴും തന്നവർ. നമ്മുടെ ഈ പരിപാടി ഓൺലൈനിൽ നെറ്റ് മുഖേന കേൾക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർ സംഭാവനകളും നേർച്ചകൾക്ക് കൊടുത്തയച്ച ആളുകളും ഉണ്ട്. അള്ളാഹു തആല അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാം നമുക്ക്. അതുപോലെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ, SOS പ്രവർത്തനം എല്ലാ സ്ഥലത്തും സജീവമാക്കണം. SSFന്റെ പ്രവർത്തനം വളരെ നന്നായി എല്ലാ സ്ഥലത്തും വളരെ ഊർജ്ജസ്വലതയോടെ നടക്കണം. അതിന് നമ്മുടെ പത്രങ്ങൾ, റിസാല, സുന്നി വോയിസ്, അതുപോലെ തന്നെ സിറാജി തുടങ്ങിയ പത്രങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കണം. നമ്മുടെ ദീനിയായ സ്ഥാപനങ്ങൾ ഇവിടെയും ഇതിന്റെ ചുറ്റുഭാഗത്തൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കൊടിയത്തൂരിലായാലും ചെറുവാടിയിലായാലും ഇവിടെയായിരുന്നാലും തൊട്ടടുത്ത മറ്റു പ്രദേശങ്ങളിലായിരുന്നാലും എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ പരിപോഷിപ്പിക്കണം. അള്ളാഹു നമ്മുടെ ദീനിന്റെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സദസ്സിൽ ഉണ്ടാകുമായിരുന്ന പലരും ഈ ചുറ്റുഭാഗത്തുള്ളവർ മരിച്ചുപോയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തർ പേര് പറയുന്നില്ല. അള്ളാഹു എല്ലാവരും ഖബറിനെയും സന്തോഷത്തിലാക്കട്ടെ. എല്ലാവരും ദിക്റും സലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഈ അടുത്ത് മരിച്ചുപോയ ബഹുമാനപ്പെട്ട ഫضل തങ്ങൾ, അതുപോലെ പാനൂർ തങ്ങൾ, ജബലുൽ തങ്ങൾ, ശിഹാബ് തങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് സയ്യിദന്മാർ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ആലിമീങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരും ഖബറിനെയും സന്തോഷത്തിലാക്കട്ടെ. എല്ലാവരെയും അള്ളാഹു